ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ ദിവസം നമ്മളായിരിക്കുമ്പം കർത്താവ് നമ്മളെല്ലാവരും കൊണ്ടുവന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. ആദ്യ ദിവസം തൊട്ട് തന്നെ ശ്രദ്ധേറിയ ദൂതുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ദൂതുകൾ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ച് അതിനെ കൊണ്ടുപോയി പ്രാർത്ഥനാമുറിയിൽ ആ ദൂതുകളെ ചിന്തിച്ച് വീണ്ടും അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, അസാധാരണമായ ദൈവപ്രവൃത്തികൾ കാണുന്നത്. ഇന്ന് പകല് നമ്മൾ കേട്ട 2 ദൂതുകളുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനിൽ സംഭവിച്ച നഷ്ടങ്ങൾ. അദ്ദേഹത്തോട് കൂടെയുള്ളവരിൽ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും അദ്ദേഹം ദൈവസന്നിധി ആലോചന ചോദിച്ചു. അദ്ദേഹം ചോദിച്ചത് എഫോദ് കൊണ്ടുവരിക. പിന്നീട് ആ യുദ്ധങ്ങളെ ആ മനുഷ്യൻ ജയിച്ചെന്ന് നമ്മൾ കർത്താവിൻ്റെ ദാസനിൽ നിന്ന് കേട്ടത്. 2-ാമത്തെ ദൂത് കേട്ടത് ചുറ്റുപാടുകളിൽ മ്ലേച്ഛതകളും ദൈവത്തിൻ്റെ പരിജ്ഞാനം വിട്ട് ജനം സഞ്ചരിക്കുമ്പം കരയുവാൻ ഒരു മനുഷ്യൻ മനസ്സു കാണിച്ചു. ആ മനുഷ്യനോട് ദൈവത്തിൻ്റെ ആത്മാവ് ആ മനുഷ്യനെ ദർശനം എഴുതിച്ചു. എന്നിട്ട് അദ്ദേഹത്തോടും പറഞ്ഞു, ഇതിനൊരു സമയം വെച്ചിരിക്കുന്നു. പിന്നീട് ആ അധ്യായങ്ങൾ അവസാനിക്കുമ്പം യഹോവയിൽ ആനന്ദിക്കാൻ കഴിഞ്ഞെന്ന് നമുക്ക് കേൾക്കുവാനിടയായി. ഞാൻ അധികം നീട്ടുന്നില്ല. നമ്മൾ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കുന്നതെന്ന് എനിക്കറിയാം. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി പ്രിയ അങ്കിളിനെ, പാസ്റ്റർ PC ചെറിയാൻ അങ്കിളിനെ സ്വാഗതം ചെയ്യുന്നു. അതേ സമയത്ത് ട്രാൻസ്ലേഷനായി കർത്താവിൻ്റെ ദാസ് യോമന ആൻറ്റിയെ സ്വാഗതം ചെയ്യുന്നു. കരങ്ങളടിച്ച് നമുക്കവരെ സ്വാഗതം ചെയ്യാം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു നല്ല രാത്രിയൂടെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. God has given us one more privilege to see one more night, and we have heard quite a lot of messages this morning, and that is really a blessed ones. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന മണിക്കൂറുകളിലേക്ക് നമ്മൾ വരികയാണ്. And we are going to the closing end of this fasting and prayer. ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും നല്ലതായിരിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദിവസമുണ്ടായിരിക്കും. And let us pray that the end will be better than the beginning. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ സാജി പാസ്റ്റർ, ജേക്കബ് പാസ്റ്റർ, മാത്യു പാസ്റ്റർ, മറ്റുള്ള എൽഡേഴ്സ്, സഭാ ശുശ്രൂഷകന്മാർ, ഗായക സംഘം, കടന്നു വന്ന മാതാപിതാക്കൾ, സഹോദരീശ്വരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങളെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കും. In the name of our soon coming Jesus, I extend my love and welcome to our pastor and family, and Matthew pastor, all other pastors, those who have come from India, and associate pastors here, and the brothers and sisters, children, all those who are here tonight, unto you a big welcome. നമുക്ക് വളരെ ഏകാഗ്രതയോടെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Let us be with that attitude, oh God, that tonight you are going to talk to me, and with that focus, let us be seated. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു മണിക്കൂർ സമയം കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഏകാഗ്രത പോകാതിരിക്കാൻ നല്ലതാണ്. And it would be highly appreciated if we will take care of our children just for 1 hour, so that our focus will not be disturbed. ഭാവി വാഗ്ദാനങ്ങളായ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം തലമുറയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. And God has given a blessed future, and they are our children. ഈ ലോകത്തിന്, പ്രത്യേകിച്ച് യൂറോപ്യൻ മേഖലകൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം തലമുറകൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയെന്നുള്ളതാണ്. And the greatest failure in the European countries is that the new generation has not walked in the ways of the Lord. അതുകൊണ്ട് അന്ന് അവർ ആരാധിച്ച പള്ളികളൊക്കെ വിൽപ്പനയ്ക്കിട്ടേക്കുവാണ്. And therefore all the churches that they once worshipped is now being sold out. അത് മേടിക്കാൻ നമ്മുടെ ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് പഞ്ചാബികളും മുസ്ലിങ്ങളും ഒക്കെ മേടിച്ച് അവരുടെ പള്ളികളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്.
And because we do not have enough funds, we do not buy it. Instead, the Punjabis and the Muslims, they buy it. ആ രാജ്യങ്ങളിലേക്കെല്ലാം ദൈവം കൃപയാൽ മലയാളികളായ ദൈവമക്കളെ അയച്ചു. And to those countries, God with His grace has sent all the Malayalis there. അവർ വന്ന് ഇവിടെ വീണ്ടും ആ ആത്മീയ ശുശ്രൂഷകൾ ആരംഭിച്ചതുകൊണ്ട് വീണ്ടും ഒരു ചൈതന്യത്തോടെ സഭ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. And because they have come here and restarted the worship, and these nations have become live again. അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുറകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തവരെ ശ്രദ്ധിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. Therefore, we have to give much attention to our children so that they will grow in the ways of the Lord. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗിക വശങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. You should talk to them the basic foundation of Christian life. അത് കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്നെ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. And if you give them such teachings, you will never have to fear for them, and they will never let loose from the way of the Lord. യേശുവിലേക്ക് അടുപ്പിക്കണം. And they should be brought close to Jesus. യേശുവിന്റെ ആത്മാവിനെ പ്രാപിപ്പാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കണം. And you should encourage them that they may receive the spirit of the Holy God. യേശുവിന്റെ ആത്മാവുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ സത്യത്തിൽ ദൈവം അവരെ വഴി നടത്തി. And if they are the possessors of the Spirit of God, they will be really led in truth. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. And may the Lord bless you. ഏറെ പരിചിതമായ ഒരു വേദഭാഗം രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. And today let us turn to a very familiar verse for this night meditation. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. It's from the Gospel of John, 3rd chapter, 1 to 7. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. To be born. Jesus answered, I tell you the truth, no one can enter the kingdom of God unless he is born of water and the Spirit. The flesh gives birth to flesh, but the Spirit gives birth to spirit. You should not be surprised at my saying, you must be born again. നമുക്കൊരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's pray for a minute. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നല്ല വചനത്തിനായി സ്തോത്രം. കഴിഞ്ഞ 9 സെക്ഷനുകളിൽ അടിയനെ കൂടെ അങ്ങയുടെ സഭയോട് അങ്ങ് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഈ 10ാമത്തെ സെക്ഷനിലും ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണമേ. അത് അടിയനും നിന്റെ ജനത്തിനും ഒരുപോലെ അനുഗ്രഹമായി തീരണമേ. എതിരായി വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ, എല്ലാ ദുരാത്മശക്തികളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. അടിയങ്ങളിൽ ക്രൂശിന് മറയുന്നു. ഞങ്ങളുടെ മധ്യേ അങ്ങ് ചന്തമായിട്ട് നടകൊള്ളണമേ. ആ തിരുമുഖം അങ്ങയുടെ ജനത്തിന് മേൽ പ്രകാശിപ്പിക്കണമേ. ആ തൃക്കരം നീട്ടി അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. Let us lift our hands and praise the Lord. ഭൂരിപക്ഷം ആളുകളും ഉപവാസത്തോടെയാണല്ലോ. ജോലിയും ബന്ധപ്പാടും ഒക്കെ ഉണ്ടായിട്ടും ഈ ദിവസങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ വെക്കേഷൻ ടൈം, ഉപവാസത്തിനായി സഭ തിരഞ്ഞെടുത്തത് ഒരു അനുഗ്രഹമാണ്. സഭയെ നിശ്ചയമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു വാക്യമാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. We have read from the portion of John. 4 സുവിശേഷകന്മാർ 4 നിലയിലാണ് യേശുവിനെ സുവിശേഷത്തിലൂടെ നമുക്ക് വരച്ചു തന്നിരിക്കുന്നത്. And you can see the Gospels are written by 4 of the apostles, and they all have written it in a different way. അതിൽ യോഹന്നാൻ യേശുവിനെ പൂർണ്ണ ദൈവമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. And John is presenting Jesus as a full form God. 21 അധ്യായങ്ങളിലായി 879 വാക്യങ്ങളാണ് യോഹന്നാൻ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. And within the 21 chapters there are 831 verses. മറ്റ് 3 സുവിശേഷങ്ങളിൽ വിവരിക്കുന്ന പല കാര്യങ്ങളും യോഹന്നാൻ വിവരിച്ചിട്ടില്ല.
And many other topics which is explained in the other gospels, John hasn't discussed. മറ്റ് മൂന്നുപേരും വളരെ പ്രാധാന്യം കൊടുത്ത യേശു കർത്താവിൻ്റെ തിരുപ്പിറവിയെക്കുറിച്ച് ഒരു വാക്ക് പോലും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. John hasn't mentioned many things which others have said. മറ്റ് മൂന്നുപേരും വളരെ ആധികാരികമായി യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. All the other three gospels have said with authority the birth of Jesus. യേശുക്രിസ്തുവിൻ്റെ ഈജിപ്തിലേക്ക് പോയ പലായനം, മടങ്ങി നസറേത്തിലേക്കുള്ള വരവ്, ഇതൊന്നും യോഹന്നാൻ രേഖപ്പെടുത്തിയില്ല. And John didn't even mention his travel to Egypt and the return back to Nazareth. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ചെന്ന് ന്യായശാസ്ത്രിമാരോടും പുരോഹിതന്മാരോടും ന്യായപ്രമാണം സംബന്ധിച്ച് സംസാരിച്ച കാര്യങ്ങൾ യോഹന്നാൻ എഴുതിയില്ല. And John did not discuss what Jesus did in the 12th year while he was explaining the law in the temple of God. എന്നാൽ അവർ മൂന്നുപേരും പറയാത്ത പല കാര്യങ്ങൾ യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. But many things what others didn't say, John is discussing over the here. മറ്റൊരു മൂന്ന് പേരും യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ ക്രൂശീകരണ ഉയർപ്പ് വരെയാണ് രേഖപ്പെടുത്തിയത്. And the other three, they have started from the birth of Jesus until the ascension of Jesus. എന്നാൽ യോഹന്നാൻ മാത്രം Except John, യേശുവിന്റെ 30-ാമത്തെ വയസ്സ് മുതൽ 33.5 വയസ്സ് വരെയുള്ള 3.5 വർഷത്തെ കാര്യങ്ങൾ മാത്രമേ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. John has discussed only about the matters that arose between 30 years to 33 years, which is equal to 3.5 years of ministry. 3.5 വർഷത്തെ കാര്യമെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, 3.5 വർഷത്തെ കാര്യങ്ങളും ഇല്ല. And it is not exactly 3.5 years. 3.5 വർഷത്തെ കാര്യങ്ങൾക്കകത്ത് നിന്ന് From that portion, ഒരു 12 ദിവസത്തെ കാര്യങ്ങൾ about 12 days മാത്രമാണ് യോഹന്നാൻ is എടുത്തെഴുതിയിരിക്കുന്നത്. what he have really discussed in this book. 879 വാക്യങ്ങളുള്ള ഈ 21 അധ്യായത്തിൽ In this 21 chapters, which hold around 339 verses. 7 അധ്യായം യേശുവിന്റെ ക്രൂശീകരണമാണ് യോഹന്നാൻ And in രേഖപ്പെടുത്തുന്നത്. 7 verses, he has exemplified the crucifixion of Jesus Christ. 236 വാക്യങ്ങളും യേശുവിന്റെ ക്രൂശീകരണം. And 236 verses is exactly about the crucifixion of Jesus. അപ്പോൾ മറ്റെന്തിനെക്കാട്ടി യോഹന്നാൻ പ്രാധാന്യം കൊടുത്തത് കർത്താവിന്റെ കാൽവറി മരണത്തിന്. And John gave importance to the crucifixion of Jesus than any other things. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് യോഹന്നാന്റെ സുവിശേഷം ഇനിയും വായിക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ചില അറിവുകൾ ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് ഓർപ്പിക്കുക. And why am I discussing this is so that when you read the book of John, you will get to understand what has been missed out and what I'm talking about. ഒരു ഉപമകൾ പോലും പറയാത്ത ഏക സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം. And John has never discussed any of the parables at all. മറ്റേ 3 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ധാരാളം ഉപമകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And in the other 3 gospels, parables after parables have been discussed. ഒരു മനുഷ്യന് 100 ആളുണ്ടായിരുന്നു എന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയി, അതിനെ അന്വേഷിച്ചു, കണ്ടെത്തി, മറ്റുള്ളവരുമായി സന്തോഷിച്ചു. ഒരു ഉപമയാണ്. And one of the parable is one man had 100 sheep and one of them was lost, so he went in search of them and found it, and then he enjoyed along with the others because he found one. ഒരു സ്ത്രീക്ക് 10 ദിരഹ്മ ഉണ്ടായിരുന്നു, ഒന്ന് കാണാതെ പോയി, വിളക്ക് കത്തിച്ചു, അടിച്ചുമാരി, കണ്ടെത്തി, സന്തോഷിച്ചു. അതൊക്കെ ഉപമകളാണ്. And there was another lady who lost a coin, and then she started searching, she lit the light, swept the room, she found it, and she enjoyed with the others. എന്നെ യോഹന്നാൻ ഒരു ഉപമകളും ഈ 21 അധ്യായത്തിൽ എങ്ങും But രേഖപ്പെടുത്തി. John, you will never see discussing any of the parables in the 21 chapters of this book. മറ്റ് 3 സുവിശേഷകന്മാരും യേശുക്രിസ്തുവിന്റെ 35ഓളം അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി. And the other 3 gospels, they have mentioned about 35 miracles, and it is discussed there. എന്നാൽ യോഹന്നാൻ ഒറ്റ അത്ഭുതങ്ങളും രേഖപ്പെടുത്തിയില്ല. But John never went to discuss any of the miracles in his book. യോഹന്നാൻ എഴുതിയതെല്ലാം യേശുക്രിസ്തുവിന്റെ അടയാളങ്ങളാണ്. And whatever John described, it was all about the signs about Jesus Christ. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി, അത് അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തു. And where the wine was where the water was changed into wine was one of the signs, and that was the beginning of the sign. യേശുവിന്റെ ഐഹിക ജീവിതകാലത്തെ അത്ഭുതങ്ങളെ മറ്റ് 3 സുവിശേഷകന്മാർ അത്ഭുതം എന്നെഴുതിയപ്പോൾ യോഹന്നാൻ തികച്ചും വ്യത്യസ്തതയാർന്ന് ഇത് അടയാളങ്ങൾ എന്ന് എഴുതുകയുണ്ടായി. And you know, when all
the other gospels said, these are the miracles, miracles, miracles. John is saying, these are the signs, signs, signs. ശമരിയക്കാരുടെ കാര്യം യോഹന്നാന്റെ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. And about the lady and the Samaritan lady, it's only seen in the book of പച്ചവെള്ളം Gospel. വീഞ്ഞാക്കിയ കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. And when the water is changed into wine, it is only described in the book of John. ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ കിടന്ന മനുഷ്യന്റെ കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. And in the Gospel of John only you will see the man who was near the ലാസറിന്റെ Bethesda. മരണവും ഉയർപ്പും ഈ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. And Lazarus' death and resurrection also was seen only in the book. മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ ആത്മാവും മറച്ചതോ Whatever was hidden by the Spirit of God to the other apostles, മനഃപൂർവ്വമായി അവരെ കൊണ്ട് എഴുതിപ്പിക്കാഞ്ഞതോ ആയ or he didn't purposely allow them to write it. അതിപ്രധാനപ്പെട്ട 8 അടയാളങ്ങൾ യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്. And the great 8 signs John is describing here. യോഹന്നാന്റെ ഏക ലക്ഷ്യം What is his focus? ഞാൻ അനുഗമിച്ച കർത്താവ് സാക്ഷാൽ 100% ദൈവമായിരുന്നു എന്ന് ഈ പുസ്തകം വായിക്കുന്നവന് മനസ്സിലാകണം. What was his idea? He wanted the people to get to know that the one that I followed was 100% God himself. മത്തായി യേശുവിനെ ഒരു രാജാവായിട്ടാണ് ചിത്രീകരിച്ചത്. Matthew has seen Jesus as a king. മത്തായി എഴുതി തുടങ്ങി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? And in Matthew he is saying, where is the king that is born in Jerusalem? ഉത്തരം പറഞ്ഞാണ് ആ പുസ്തകം അവസാനിപ്പിച്ചത്. And the book is concluded with the answer. കാൽവരി ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ ചൂണ്ടി മുകളിലത്തെ എടുത്ത് മത്തായി വായിച്ചു കേൾപ്പിച്ച് ഇവൻ യഹൂദന്മാരുടെ രാജാവ്. And he pointed to the Calvary and said, he is the king of Israel. രാജാവ് എവിടെ എന്ന് ചോദിച്ച് രാജാവിനെ ചൂണ്ടിക്കാണിച്ച പുസ്തകം അവസാനിക്കുകയാണ്. And he is saying, where is the king? And he concludes pointing to the cross. സഭയ്ക്കൊരു രാജാവുണ്ട്. And he is saying for the church that അത് അരമനയിലെ അന്തപ്പുറത്തിരിക്കുന്ന ആളല്ല. he is not the one who is sitting in the സഭയുടെ altar. രാജാവ് ക്രൂശിൽ കിടക്കുന്നവനാണ്. He is the one who is crucified. ഇന്ന് രാത്രിയിൽ ആ രാജാവ് ഇവിടെ വന്നിട്ടുണ്ട്. Tonight the king is over within us. അവൻ ക്രൂശിൽ കിടക്കുന്നവനാണ്. He is the one ഒരു who was ദൈവ crucified. പൈതലിന് രാജാവായി യേശുവിനെ കാണണമെങ്കിൽ അവൻ ക്രൂശിലേക്ക് നോക്കണം. If a child of God has to see a king, he has to look at the cross. എന്നാൽ മർക്കോസ് തികച്ചും വ്യത്യസ്തനായി. But what Mark wrote was exactly different. മർക്കോസ് യേശുവിനെ ഒരു ദാസനായിട്ടാണ് And കണ്ടത്. Mark saw Jesus as a servant. അതുകൊണ്ടാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്ന ഒരു ദാസനെ That's why രേഖപ്പെടുത്തി. he says, all that you labor and weary, come unto me and I will comfort you. ലൂക്കോസ് തികച്ചും വ്യത്യസ്തമായി ഒരു പൂർണ്ണ മനുഷ്യനെയാണ് And രേഖപ്പെടുത്തിയത്. Luke is completely discussing him as a man and God. ഉലകത്തിൽ ഒരാൾ മാത്രമേ പൂർണ്ണ മനുഷ്യനായി Only ജീവിച്ചിട്ടുള്ളൂ. there was one person who was 100% man. ഹല്ലേലൂയ. Hallelujah. ഡൈജനിയോസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, Dionysius scientist, അദ്ദേഹം ഒരു കാലത്ത് ഗ്രീക്ക് എന്ന് പറയുന്ന പ്രധാന പട്ടണ നടുവിലൂടെ and he was going through the Greek and a great city. നട്ടുച്ച നേരത്ത് റാന്തൽ വിളക്ക് തലയിൽ വെച്ചുകൊണ്ട് പട്ടണത്തിൽ കൂടെ നടക്കുകയാണ്. He kept a light over his head and he was walking across the city. ആ തലമുറയിൽ ലോകം ആദരിക്കുന്ന വലിയൊരു മനുഷ്യനായിരുന്നു ഡയോജനസ്. He was a great man who was greatly honored in that generation. അദ്ദേഹം നട്ടുച്ചയ്ക്ക് കത്തിയെരിയുന്ന സൂര്യന്റെ വെളിച്ചത്തിൽ റാന്തൽ വിളക്ക് കത്തിച്ചു നടക്കുമ്പോൾ നാട്ടുകാർ ചെന്തുവായി കാണിക്കുന്നു. And when he hit the light and carried it over their head, people thought, what is it? They wondered what happened to him. അദ്ദേഹം പറഞ്ഞു ഞാനൊരു മനുഷ്യനെ തിരയുകയാണ്. And he said, I am in search of a man. അവർ ചോദിച്ചു ഞങ്ങളാരും മനുഷ്യരല്ലേ? And they asked, are we not man? അദ്ദേഹം പറഞ്ഞു നിങ്ങളാരും മനുഷ്യരല്ല. And he said, no, you are not ഒരു man. യഥാർത്ഥ മനുഷ്യനെ ഞാൻ അന്വേഷിക്കുകയാണ്. I am searching for an exact ആ man. മനുഷ്യനെ ഏതിന് ദൈവം ചോദിച്ചു, And who is that man? മനുഷ്യ നീ എവിടെ? And he was the one who said, "My man, where are you?" ആദമേ നീ എവിടെ എന്നല്ല ചോദിച്ചേ. He didn't ask, hey Adam, where are you? മനുഷ്യ നീ എവിടെ? He said, oh man, where are you? യോഹന്നാൻ 19:5 യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചു. And John points out and says, ആ മനുഷ്യൻ ഇതാ. and he says, that is this man. ലോകത്തിൽ ഒരു മനുഷ്യനെ മനുഷ്യനായി ജീവിച്ചുള്ളൂ. And there's only one man in this world who lived as a man. അവൻ മാത്രമേ ഉലകത്തെ വെല്ലുവിളിച്ചുള്ളൂ. നിങ്ങൾ ആർക്ക് പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്താം? He was the only man who challenged the world and said, who can tell me he is not sinner? ഇവിടെ ഒരാളെ വിശുദ്ധനായി ജനിച്ചുള്ളൂ.
He was the only faithful person who was born. മറിയ ചോദിച്ചു അതെങ്ങനെ സംഭവിക്കും? Mary asked, how can it be possible? ദൂതൻ പറഞ്ഞ അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. And the angel said, the power of the Holy Spirit will fall upon you. നീ ഒരു പുരുഷ പ്രജയ്ക്ക് ജന്മം കൊടുക്കും. And you will give birth to a man. അവൻ വിശുദ്ധ പ്രജയായിരിക്കും. And he will be a holy person. ഇവിടെ വിശുദ്ധ പ്രജയായിട്ട് ഒരാളെ ജീവിച്ചുള്ളൂ. And there was only one holy person who lived. ഒരാളെ വിശുദ്ധ പ്രജയായി ജനിച്ചുള്ളൂ. He was really the holy one. ഒരാളെ ക്രൂശ് വരെ വിശുദ്ധനായി ജീവിച്ചുള്ളൂ. He led unto the cross. ഈ രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നവൻ അവനാണ്. And today he is amidst us. അവൻ ഇന്ന് രാത്രി നമ്മളെ നന്നായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. And he is examining each one of us ഈ tonight. ഉപവാസത്തിന്റെ 10ാമത്തെ രാത്രി 5ാമത്തെ ദിവസം The 5th day of the fasting prayer in the 10th section. നീ ആ മനുഷ്യനുമായിട്ടൊന്ന് പറ്റിച്ചേരണം. Can you get attached to that man? ഒരു മനുഷ്യന്റെ അരയ്ക്ക് കച്ച പറ്റിയിരിക്കുന്നത് പോലെ ഈ മനുഷ്യനുമായി നീ ഒന്ന് പറ്റിയിരിക്കണം. As a linen is shrouded upon his base, you should get attached to that നീ man. അവനോട് പറ്റിയിരുന്നാൽ If you get attached to that ഈ man, രാത്രി അവൻ നിന്നെ വിടുവിക്കും. this night he is going to deliver അവൻ you. എന്നോട് പറ്റിയിരിക്കുക ഞാൻ അവനെ വിടുവിക്കും. Because he is attached to me, I am going to അവൻ എന്റെ deliver him. നാമത്തെ അറിയുക ഞാൻ അവനെ ഉയർത്തും. Because he has known my name, I am going to raise him up. ഉപവാസം പറ്റിച്ചേരുകയാണ്. Fasting means getting cleaved to him. നിന്റെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും തമ്മിൽ ഒന്നാകണം. You have to cleave to him, and your heart and his heart should be ഈ unified. 5ാമത്തെ രാത്രി നിങ്ങൾ വാസ്തവമായി കർത്താവുമായി വളരെ അടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I do believe that you have been unified with God on the 5th night. കർത്താവുമായി അടുക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനോട് പൂർണ്ണമായി യാത്ര പറയണം. And if there is any subject in your life that you cannot be unified with God, you should say goodbye to it. നീ മറ്റെന്തിനേക്കാൾ സ്നേഹിക്കേണ്ടത് ഇന്ന് രാത്രി യേശുവിനെയാണ്. Other than anything else, the person that you should love, it is നീ only Jesus. ആരാധനയ്ക്ക് വരുന്നെങ്കിൽ യേശുവിനോടുള്ള സ്നേഹം കൊണ്ടുവരണം. If you are coming to the worship, it should be because of the love towards Jesus. നീ ആരാധനാലയത്തിൽ ഇരിക്കുന്നെങ്കിൽ യേശുവിന്റെ സ്നേഹത്തിലിരിക്കണം. And if you are sitting in this worship center, it should be just because you love him. നീ ആരാധിക്കുന്നെങ്കിൽ If you are worshiping him, യേശുവിനെ സ്നേഹിച്ച് ആരാധിക്കണം. you should love him and നീ worship him. പാടുന്നെങ്കിൽ If you are singing, യേശുവിന് വേണ്ടി പാടണം. you should sing it only നീ for praise. പ്രസംഗിക്കുന്നെങ്കിൽ If you are preaching, യേശുവിന് വേണ്ടി you പ്രസംഗിക്കണം. should only preach for നിന്റെ him. ജീവിതത്തിന്റെ എല്ലാം യേശുവായിരിക്കണം. And everything for in your ഓ life should belong to സന്തോഷമുള്ളവർക്കായി him. ദൈവത്തെ Let us സ്തുതിക്കുകയാണ്. praise the Lord for all those who are happy. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ആരാധനാലയങ്ങൾ ഉയരേണ്ട ഒറ്റ നാമമേ ഉള്ളൂ. And in our churches, only one name should be raised. അത് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ പാതാളത്തിലുള്ള ഏകനാമമാണ്. And there's only one name, and that is above the heavens, above the earth, under the heavens, and beneath അത് the സകല sky. നാമത്തിനും മേലായ നാമമാണ്. And that name is higher than any other name. ഈ രാത്രി ആ നാമത്തിൽ പാപത്തിന് മോചനമുണ്ട്. And tonight you will have deliverance for your sin. In ആ that name. നാമത്തിൽ രോഗത്തിന് And സൗഖ്യമുണ്ട്. in that name you have deliverance ആ from your നാമത്തിൽ മനുഷ്യന് വീണ്ടെടുപ്പുണ്ട്. sin. You have a deliverance. ആ നാമത്തിൽ പുരാതന ശൂന്യതകൾ മാറും. All your emptiness will be delivered. ഇവിടെ കുഞ്ഞുങ്ങൾ പാടിയതുപോലെ As the children sang ഇനി today. നിന്റെ വെളിച്ച സൂര്യനല്ല, No, it is not the ഇനി sun's നിന്റെ work. പ്രകാശം ചന്ദ്രനല്ല, Your light is not അത് from the സാക്ഷാൽ നീതി സൂര്യനായ യേശുവാണ്. It is from the righteous person, and ഈ that is Jesus. 5ാമത്തെ രാത്രി യേശു നിന്നിൽ പ്രകാശിക്കട്ടെ. Tonight and the 5th night, let ഓ God സന്തോഷമുള്ളവർ light in you. മാത്രമേ കരമടിച്ച് ദൈവത്തെ Let Jesus ആരാധിക്കട്ടെ. light in you and praise the Lord. Hallelujah. Clap your hands. Hallelujah. ഡബരമനബരബലബശ്. Shandarabash. Oh Jesus, we thank you, Lord. Thank you, Jesus. Darabalabash, Shandara. Glory Jesus, glory. ഹല്ലേലൂയ. Hallelujah. ആദിയിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന 2 പുസ്തകങ്ങളാണ് വേദപുസ്തകത്തിൽ. There are 2 books which starts with in the beginning. അത് ഒന്ന് ഉൽപ്പത്തി പുസ്തകം, 2 യോഹന്നാന്റെ സുവിശേഷവും. And one is the book of Genesis, the other is the book of John. ഉൽപ്പത്തിയിൽ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. In Genesis it says in the beginning there was God. അത് ഈ ഭൂമിയുടെ പുനർസൃഷ്ടിപ്പ് മുതലുള്ള കാര്യം എഴുതിയേക്കും. And he talks about the formation of this world. യോഹന്നാൻ അതിനൊക്കെ ഒത്തിരി പുറകിലാണ് എഴുതിയേക്കുന്നത്. And John wrote so much behind. ധന്യനായ മോശ എന്ന വീണ്ടെടുപ്പുകാരനായ പ്രവാചകൻ എഴുതിയ ആദിയും What Moses wrote in the beginning യോഹന്നാൻ എഴുതിയ ആദിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസം. and what John wrote in the beginning, there's quite a lot of difference between both. യോഹന്നാൻ എഴുതിയ ആദി
What John wrote in the beginning, കാണപ്പെടുന്നതാകട്ടെ let it be seen കാണപ്പെടാത്തതാകട്ടെ and let it be unseen. ദൃശ്യമായതാകട്ടെ Let it be visionized. അദൃശ്യമായതാകട്ടെ Even if it is not vision. എന്തെങ്കിലും ഒന്നുണ്ടാകുന്നതിന് മുമ്പെയുള്ള ആദിയാണ്. Oh, it was something that was formed even before the formation of anything. യേശു 2000 വർഷം മുമ്പ് ഉണ്ടായ ഒരാളല്ല. Jesus was not the one who was born 2000 years ago. അതാ യോഹന്നാൻ എഴുതുന്നത്. That's what John is saying. ആദിയിൽ വചനമുണ്ടായിരുന്നു. He's saying in the beginning there was word. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. And that word was with God. ആ വചനം ദൈവമായിരുന്നു. And that word was God. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. And he was from the beginning with God. സകലവും അവൻ മുഖാന്തരമുളവായി. And everything was formed because of him. ഉളവായതൊന്നും അവനെ കൂടാതെ And ഉളവായതല്ല. whatever is formed has never been formed without him. അടുത്ത വാക്യം എന്നെ വളരെ ശക്തീകരിച്ച വാക്യമാണ്. And next verse is something which really strengthened me. അവനിൽ ജീവനുണ്ടായിരുന്നു. And in him there is light. ഒരു നല്ല ഹല്ലേലൂയ പറയാം. Can you say good hallelujah? ഇന്ന് രാത്രി പാസ അനീഷിനെ ക്ഷണിച്ചു. പാസ PC ചെറിയാൻ പ്രസംഗിക്കും. Tonight Pastor Anis welcomed me and said PC Cherry and Pastor will talk tonight. അദ്ദേഹത്തിൽ ജീവനുണ്ടെന്ന് പറഞ്ഞാൽ And he said there's life in him. നിങ്ങൾക്ക് എന്നാ ചിരി വരും? Will you not laugh at it? നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ച് നാലാമത്തെ വാക്യം ഒന്നിന്റെ 4. Can you read first chapter 4th verse? ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതല്ലല്ലോ അവൻ തുടങ്ങുന്നത്. അവനിൽ ജീവൻ പിന്നെ ഉണ്ടായിരുന്നു. അതല്ലേ വായിക്കണ്ടേ? In him was. നമ്മൾ ഈ പകുതിയും മുക്കാലും വായിക്കാതെ തുടക്കം വായിക്കണം. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ. Let us all talk in unison. In him was light, life. എല്ലാവരും ഒന്ന് പറഞ്ഞേ. In him was ഉറക്കെ life. പറ. In him was life. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവനുണ്ടായിരുന്നു. There was life. Praise the That Lord. life was the light of man. അവൻ വന്നത് He came here നിങ്ങൾക്ക് ജീവൻ തരാന്. so that you may receive life. കള്ളൻ വരുന്നത് The thief comes അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനുമാ. to rob and destroy and kill you. യേശു വന്നത് നിനക്ക് ജീവൻ തരാനാ. Jesus came to give you life. കള്ളൻ അറത്തത്, When the thief കള്ളൻ destroys, മുടിച്ചത്, when the thief കള്ളൻ destroys, മോഷ്ടിച്ചത് what he has stolen തിരികെ പിടിച്ചിട്ട് to ഈ bring പുസ്തകം back. വിശ്വസിക്കുന്നവന് ജീവൻ തരാൻ And this book will give life ഇന്ന് to രാത്രി those who ഒരുത്തൻ believe. ഇവിടെ വന്നിട്ടുണ്ട്. Jesus has come here അവന്റെ to give you പേരെത്ര life. യേശുവെന്ന്. And his name is ഈ Jesus. ദൂത് കേട്ട് കഴിയുമ്പോൾ The minute you hear this നീ message, ആലയത്തിൽ നിറങ്ങുന്നത് when you ഒരു reach the ജീവൻ church, പ്രാപിച്ചുകൊണ്ടായിരിക്കണം. you will be someone who ഇന്ന് will രാത്രി receive life. ചിലരുടെ മേലെ ജീവൻ And പകരുകയാണ്. that life is being poured upon some people വചനം here. മനസ്സിലാകുന്നവർ ദൈവത്തെ Those who ആരാധിക്കണം. can understand the word of God, can അവനിൽ you praise the ജീവനുണ്ടായിരുന്നു. Lord? In him was life. അവനിൽ In ജീവനുണ്ടായിരുന്നു. him was life. ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. And that life was the light of വെളിച്ചം man. ഇരുളിൽ പ്രകാശിക്കുന്നു. And that light is being ഓ shown in the കരമടിച്ച് ദൈവത്തെ darkness. സ്തുതിക്കട്ടെ. Oh, let us praise the Lord. ജീവനകത്ത് വെളിപ്പെട്ടാൽ When life comes into you, ഇരുട്ടിന്റെ സകല ശക്തികൾ നശിച്ചിരിക്കും. all the powers of darkness will be destroyed. ഈ അഞ്ചാമത്തെ രാത്രിയിൽ Tonight, the fifth ഇരുട്ടിന്റെ night, തേർവാഴ്ചകളെ let all the powers of darkness, യേശുവിന്റെ ജീവനാൽ because of the നാം life of ഒന്നിച്ച് Jesus, ജയിക്കുന്ന രാത്രിയാ. let us get victory over it. ഓ വിശ്വസിക്കുന്നവർ ചേർന്നൊരു നിമിഷം All കർത്താവിനെ those who ആരാധിക്കട്ടെ. all those who believe, can you worship the Lord together? Hallelujah, Jesus. ഓ കൃപ 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 കൃപ. Oh, Jesus. യോഹന്നാൻ ആദിയിൽ ഉണ്ടായിരുന്ന ഒരു യേശുവിനെ ചൂണ്ടിക്കാണിച്ചു. And this John is talking about that Jesus which was from the beginning. ഏഴാമത്തെ വാക്യം തുടങ്ങുന്നത് And in the 7th verse it starts like this. യേശുവിനേക്കാൾ 6 മാസം പ്രായം മൂപ്പുള്ള And there was a person who was 3 months older than Jesus. ഒരു യോഹന്നാനെ പരിചയപ്പെടുത്തിക്കൊണ്ട്. And he's introducing that John. അതാ ഞാൻ പറഞ്ഞ 30 വയസ്സ് മുതലിന് ശേഷമുള്ള കാര്യങ്ങളെ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. That's why I said he was talking about everything that occurred after 30 years ആദിയിലെ ago. യേശുവിനെ ചൂണ്ടിയിട്ട് Although he pointed out to the Jesus who was from the beginning, ഐഹിക ജീവിതത്തിലെ 30 വയസ്സുള്ള യേശുവിനെ പരിചയപ്പെടുത്തി. but he was talking about the human life which started from 30 years of അവിടെ age. എഴുതുകയാണ് മരുഭൂമിയിൽ നിന്ന് വിളിച്ചു
പറയുന്ന ഒരു മനുഷ്യനായ യോഹന്നാൻ സ്നാപകനെ പരിചയപ്പെടുത്തുക. And he's introducing about John the Baptist who spoke from the wilderness, a voice that spoke from wilderness. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരുഷാരത്തിന്റെ പുറകിലൂടെ 30 വയസ്സ് പ്രായമുള്ള തേജോമയനായ, ആയിരങ്ങളിൽ സുന്ദരനായ, 10,000 സുന്ദരനായ, വെണ്മയും ചുമപ്പും ഇടകലർന്ന സൗന്ദര്യമുള്ള ഉലകത്തിലെ ഏക മനുഷ്യൻ 30 വയസ്സുകാരനായ ഒരു തച്ചന്റെ മകൻ യൗവനക്കാരൻ നടന്നു And പോകുന്നു. as John was preaching, he saw a young man, very handsome man, handsome among the 1,000. He was walking along. കടന്നു പോകുന്ന യേശുവിനെ ഒറ്റ നോട്ടത്തിൽ അഗ്നി ജ്വലിക്കുന്ന കണ്ണുള്ള യോഹന്നാൻ കണ്ടു. And John saw that Jesus, whose eyes were like the blazing fire. തീ പാർന്ന നാക്കുകൊണ്ട് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ദേ ലോകത്തിന്റെ പാപ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കടന്നു പോകുന്നു. And with the tongue of fire he said, here look, he is a man who carries the sin of the world. യേശുവിനെ ദൈവ കുഞ്ഞാടെന്ന് പരിചയപ്പെടുത്തിയ ആളാണ് യോഹന്നാൻ He is the സ്നാപകൻ. one who introduced Jesus as the Lamb of God. യേശു അത് കേട്ട് നിൽക്കാതെ കടന്നുപോയി. And Jesus never stopped there. He kept പിറ്റേ walking. രാത്രിയിലും യോഗം തുടരുകയാണ്. And next day also the ആ worship continued. രാത്രിയിലും യേശു ഇങ്ങനെ കടന്നു വന്നു. And the same again Jesus യോഹന്നാൻ starts അവനെ walking. പിന്നെയും കണ്ടു. Again John saw him. യോഹന്നാൻ ഇന്നലെ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ ഇന്ന് പറഞ്ഞു. And John said something more than what he said യോഹന്നാൻ yesterday. ആവർത്തിച്ചു, ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട് ദേ പോകുന്നു. And he again said he is the one who carries the sins of the world. അവൻ വളരണം, He should grow ഞാൻ കുറയണം. and I should reduce. എല്ലാരും നെഞ്ചത്തോട്ട് കൈവച്ച് പറഞ്ഞേ, Can we all place our hand over the chest and എന്നിൽ say, അവൻ വളരണം, tonight he should grow, ഞാൻ കുറയണം. I should reduce. അവൻ വളരണം. He should grow. ഉപവാസത്തിന്റെ 5-ാമത്തെ രാത്രിയിൽ അവൻ വളരണം. On the 5th night of the fasting prayer, ഞാൻ he should grow കുറയണം. and I should reduce. എത്ര പേര് യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്? How many of you are ഇന്ന് sincerely രാത്രി praying? എല്ലാം ഞാനും കുറയണം. Tonight let every me reduce. എല്ലാവരിലും അവൻ വളരണം. And for everyone let he ഓ rise. കുനിഞ്ഞവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. And I am not worthy to untie the lace of the shoes. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. He has a winnowing fork. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കുന്നവനാണ്. And he is the one who clears everything. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ. I am only giving you അവൻ baptism in ആത്മാവിൽ water. തീയിൽ സ്നാനം He will കഴിപ്പിക്കുന്നവനാണ്. baptize you in fire and ഓ water. യേശു എന്ന മഹത്വത്തെ കുറിച്ച് യോഹന്നാൻ വാചാലനായി. And John was introducing and talking more about Jesus. അതുവരെ യോഹന്നാന്റെ കൂടെ നിന്ന 2 ശിഷ്യന്മാരാണ് അന്ത്രയോസും യോഹന്നാനും. And John and Peter was the one who was with ഈ 2 ശിഷ്യന്മാരും എന്നേരമേ യോഹന്നാനെ വിട്ടു. And at the same time, these 2 disciples, they left John. അവർ രണ്ടുപേരും യേശുവിന്റെ പിന്നാലെ പോയി. And they started following Jesus. യേശുവിന്റെ പിന്നാലെ ചെല്ലുമ്പോൾ യേശു അവരെ തിരിഞ്ഞു നോക്കി. And as they were following, Jesus turned behind and looked at them. അതാ കർത്താവിന്റെ പ്രത്യേകത. And that is a speciality of ആരെങ്കിലും ഒരുവൻ തന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ if anyone wants to follow him, യേശു അവനെ തിരിഞ്ഞു നോക്കും. Jesus will turn behind and ഇന്ന് look at രാത്രി them. നീ അനുഗമിക്കാൻ തീരുമാനിച്ചാൽ If you have decided to follow him നിന്നെ tonight, നോക്കുന്ന ഒരു യേശു ഇവിടെ there വന്നിട്ടുണ്ട്. is a God who can look at you. ഓ ഹല്ലേലൂയ. He will look at you. യേശു Hallelujah. അവരെ തിരിഞ്ഞു നോക്കി. And Jesus turned behind and looked യേശു at them. ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? And Jesus asked, whom are you seeking for? അവർ ചോദിച്ചു, നീ എവിടെ താമസിക്കുന്നു? And they asked, where are you staying tonight? താമസിക്കുന്ന വീട് പറയാനില്ലാത്തത് And കൊണ്ട് because he didn't have anywhere to give an address, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനോ ഭൂമിയിൽ തലചായിപ്പാൻ ഇടമില്ലാത്തത് കൊണ്ട് and he said, the birds of the air is in a nest, and I do not have a place to lay യേശു my പറഞ്ഞു, വന്ന് കണ്ടോളാൻ പറഞ്ഞു. And Jesus said, come and follow me. ഉറക്കം വരുമ്പോ കിടക്കുന്ന എവിടാന്നോ അതാ താമസം. Yeah, he doesn't have a place to sleep. Praise the Lord. Hallelujah, Jesus. അവരെ പിന്നാലെ അനുഗമിച്ചു. And they followed him. നേരം എടുത്തോണ്ട് അന്ത്രയോസ് അവന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി പോയി. And in the morning, Andrews, he went following his own lifestyle. യോഹന്നാൻ പോയില്ല. And John didn't follow. അന്ന് കൂടിയതാ. And from then, ക്രൂശിന്റെ John is ചവിട്ടി with him. വരെ ആ യാത്രയുണ്ടായിരുന്നു. And he followed until the cross. ബാക്കി 11 പേരും ക്രൂശിന്റെ ചവിട്ടിയില്ലായിരുന്നു. And the other 11 disciples were not at the പരിചയപ്പെട്ട cross. അന്ന് മുതൽ From the time he ക്രൂശിന്റെ introduced ചുവട് വരെ till the cross, വിട്ടുപിരിയാതെ നിന്ന he stood with him. ഒരു പ്രിയ And he ശിഷ്യനുണ്ടായിരുന്നു. was a holy dear disciple. യേശുവിന് ശിഷ്യന്മാർ ഒത്തിരി പേരുണ്ട്. And Jesus had many disciples. 70 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. And there was a 70-man group.
അവര് ഇവാഞ്ചലിക്കലായിട്ട് സുവിശേഷീകരണം ചെയ്യുന്ന ഗോസ്പൽ ടീമാണ്. And they are a gospel team that was sent out for evangelism. കൂടാതെ ഒരു 12 പേരുടെ ഗ്രൂപ്പ് ഉണ്ട്. And there was another group of 12. അതിനകത്തുനിന്ന് ഒരു 3 പേരുടെ ഗ്രൂപ്പ് ഉണ്ട്. And then there is an inner circle of 3. അതിനകത്തുനിന്ന് ഒരാളുടെ ഗ്രൂപ്പ് ഉണ്ട്. And from there is only one അത് person. ക്രൂശിന്റെ ചുവട്ടിൽ And നിന്നവനാ. he followed until the cross. നീ ഇതിൽ ഏത് ഗ്രൂപ്പിലാ നീ രാത്രി തീരുമാനിച്ചോണം. Which group are you tonight? You should യേശു determine. ചിലരെയെങ്കിലും ചേർത്ത് നിർത്താൻ And ആഗ്രഹിക്കുന്നുണ്ട്. Jesus wants to bring some of you closer. തന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ ഒന്ന് കൈമാറാൻ കൊള്ളാവുന്നവരെ യേശു ഈ രാത്രി He നോക്കുകയാണ്. wants to exchange the secrets of his heart to some people who is desiring to follow ഈ him. 5-ാമത്തെ രാത്രിയിൽ ഒന്ന് പറ്റിയിരിക്കാൻ കൊടുക്കുന്ന എത്ര പേരുണ്ട്? How many of you really cleave to be with him tonight? ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ യേശു And like that Jesus, ആ 30-ാമത്തെ വയസ്സിൽ and on the 30th year, ഗലീലയിലെ കാനാവിൽ, he went to the Cana of Galilee. കാനാവ് 2 ഉണ്ട്. There are 2 Canaan. ഹാമിൽട്ടൺ 2 ഉണ്ട്, ബില്ലിംഗ്ടൺ 2 ഉണ്ട്, അമേരിക്കയിൽ ഹാമിൽട്ടൺ ഉണ്ട്, നമ്മുടെ കാനഡയിൽ ഹാമിൽട്ടൺ ഉണ്ട്, ഇവിടെയും ഹാമിൽട്ടൺ ഉണ്ട്. ഹാമിൽട്ടൺ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ന്യൂസിലൻഡിലെ ഹാമിൽട്ടൺ ആണെന്നറിയാതിരിക്കാൻ പറയാണ് കാനാവിൽ. എവിടുത്തെ കാനാവിൽ? Galilee. ഗലീലയിലെ കാനാവിൽ എന്ന് പറഞ്ഞാൽ അല്ലാത്ത കാനാവ് ഉണ്ടെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? You know, he is saying there is a Cana of Galilee so that they know where he is going to. ഒരു വിവാഹമുണ്ടായിരുന്നു. And there was a wedding. യോഹന്നാൻ മാത്രം ഇത് എഴുതിയത് കൊണ്ട് And because John described, ഒരു ചിന്തകൻ എഴുതിയിരിക്കുന്നത് and the earth thinker, he writes like this. മറിയയുടെ കസിനായ ശലോമിയുടെ മകനായ യോഹന്നാന്റെ വിവാഹം തന്നെ ആയിരുന്നു ഇതെന്ന് ചിന്തിക്കുന്നവരില്ലാതില്ല. And he's saying it's a cousin of Mary and his wedding. ആരുടെയെങ്കിലുമായിട്ട് നമുക്കത് വിഷയമല്ല. It's not our point of focus at the moment. ആ വീട്ടിൽ വീഞ്ഞിന് പോരായ്മ വന്നു. And we know there was a weakness in that celebration. There was no wine. അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ് വിവാഹത്തിലെ വീഞ്ഞ്. On those days in the wedding, they should have wine. ആ വീഞ്ഞ് തീരുന്നതിന് മുമ്പേ യേശുവിനെ ക്ഷണിച്ചിരുന്നു. And you know, before the wine got finished, they called Jesus. എന്റെ പ്രസംഗ വിഷയം 3-ാം അധ്യായമാണെങ്കിലും അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞു മടങ്ങി വരാം. Although my topic is about the 3rd chapter, I would like to speak a little bit about the wine. യഹൂദന്റെ വിവാഹം എന്ന് പറയുന്നത് For the Jewish wedding, അവൻ ചെറുക്കനെ പെണ്ണും തമ്മിൽ കാണുന്നത് തന്നെ ഒരു വലിയ or സംഭവമാണ്. to meet the bride and the bridegroom is a great function. അവരുടെ വിവാഹ നിശ്ചയം അതിനെക്കാട്ടിൽ പ്രാധാന്യമുള്ളതാണ്. And the engagement is a greater function. അവരുടെ വിവാഹം അതിനെക്കാട്ടിൽ And പ്രാധാന്യമുള്ളതാണ്. the wedding day is even greater than that. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ After the engagement, വിവാഹം നടക്കുന്നത് വരെ until the wedding day, ഈ 2 കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 things are happening. വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിയുടെ ഒരുക്കവും Or the bride, she's getting ready. അവളെ പാർപ്പിക്കാൻ വേണ്ടിയുള്ള വിവാഹം കഴിക്കാൻ പോകുന്നവന്റെ വീട് പണിയും ഒന്നിച്ച് നടക്കുകയാണ്. And the one who is going to, the bridegroom is building a house to bring the bride. അവന്റെ അപ്പനെ പല വീട് കാണും, വാടകയ്ക്ക് കൊടുത്തേക്കുന്ന വീടും കാണും, പക്ഷെ അവിടെ അങ്ങ് ഇവളെ കൊണ്ട് താമസിപ്പിക്കത്തില്ല. The father may be having many houses, but he doesn't want to bring the bride to his house, rather the bridegroom's house. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്റെ അപ്പന് ഇഷ്ടം പോലെ വീടുകളുണ്ട്. That's why Jesus said, in my ഇല്ലെങ്കിൽ father's ഞാൻ home നിങ്ങളോട് there are അത് many പറയുമായിരുന്നു. mansions. Otherwise I wouldn't have told you എന്റെ that. അപ്പന് ഇഷ്ടം പോലെ വീടില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. If my father didn't have many mansions, I പക്ഷെ wouldn't അവിടെ have എങ്ങും told അല്ല you. നിങ്ങളെ കൊണ്ടുപോകുന്നത്. I'm not going to take you to ഞാൻ those mansions. നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് ഒരുക്കാൻ പോകുകയാണ്. I am going to make a mansion ഞാൻ for you. വീടൊരുക്കിയാൽ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് എന്റെ ഒപ്പം ഇരുത്താൻ ഞാൻ പോകുകയാണ്. And if I prepare the mansion, I will return back and take you to the place that I am going to sit. ഇതെല്ലാം യഹൂദന് മനസ്സിലാകുന്ന രീതിയിൽ അവന്റെ വിവാഹത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. And this is all described in such a way so that the Jewish people will understand it. അപ്പൊ യഹൂദന്റെ വീട്ടിലൊരു ആൺകുഞ്ഞുണ്ടാകുകയാണെങ്കിൽ, And if a child is born in Jewish family, ഒരു സ്ത്രീക്ക് പ്രസവകാലം എടുക്കുമ്പോൾ or when a lady gets close അവരുടെ to the എല്ലാം delivery, വീടിനോട് ചേർന്ന് ഒരു പ്രസവ മുറിയുണ്ട്. and they have a room for delivery attached to the home. അവരുടെ പ്രസവം എടുക്കുന്ന ആളുടെ പേര് സൂതി കർമ്മിണികൾ എന്നാണ്. And the one who takes the birth is known as midwives. ഇസ്രായേലിയ സ്ത്രീകൾ നല്ല തിറമുള്ളവരായിരുന്നു. And this Israelite midwives or ladies were very strong. അവര് പലരും സൂതി കർമ്മിണി വരും മുമ്പ് തന്നെ പ്രസവിക്കുമായിരുന്നു. And they would always deliver even before the midwives arrived. അവരെ കുറിച്ച് എഴുതിയേക്കുന്നത് നല്ല And തിറമുള്ളവരാണ്. they were very strong people. അപ്പൊ ഈ പ്രസവ മുറിക്കകത്ത് പ്രസവിക്കാനുള്ള സ്ത്രീയും ഈ സൂതി കർമ്മിണിയും കയറിക്കഴിഞ്ഞ് കഥകടച്ചാൽ And once the lady to deliver and the midwife gets into the room, they lock the room. ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ അപ്പൻ
നല്ല പാട്ടുകാരെ വിളിക്കണം. And father for the child should sing quite a lot of songs. വീണ, കിന്നരം, തമ്പുരു എല്ലാം ഉപയോഗിക്കുന്ന ആളുകളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും. And he will call a great band of musicians. ഈ റൂമിനൊരു ചെറിയ കിളിവാതിലുണ്ട്. And they have a small window there. അത് തുറന്നിട്ട് ഈ സൂതികർമ്മ പുറത്തേക്ക് പറയും, സ്ത്രീ പ്രസവിച്ച് കുഞ്ഞാണാണെന്ന് പറഞ്ഞാൽ. And through the window the midwife will say, if he's a boy. ഈ വന്ന പാട്ടുകാരൻ മുഴുവൻ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശ്രുതി ലയ താളത്തോടെയുള്ള സംഗീതം ആരംഭിക്കുക. And then they will start, the musicians will start their song. സംഗീതം ആരംഭിക്കുമ്പോൾ സമീപ വീടുകളിൽ നിന്നൊക്കെ സമ്മാനങ്ങൾ വരും. ഈ വീട്ടിൽ ഒരു ആൺകുഞ്ഞ് പിറന്നു എന്ന് അവർക്ക് പറയാതെ മനസ്സിലാവും. And then the neighbors all will understand that a boy was born in this home, and they'll bring gifts and all that. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിറന്നപ്പോൾ When Jesus was born, ഒരു കീറ്റുശീല മേടിക്കാൻ കാശില്ലാത്തവന്റെ കുഞ്ഞായിട്ടാ ജനിച്ചത്. he never had any money to buy even a small piece of cloth. പുള്ളി എവിടുന്ന് പാട്ടുകാരെ ഇറക്കാനാ? He didn't have a musician. ഒരു ലോഡ്ജ് എടുത്ത് കിടത്താൻ സ്ഥലമില്ലാഞ്ഞോണ്ടാണല്ലോ പുൽക്കൂട്ടി കൊണ്ട് കിടത്തി. Because they didn't have enough money to get a lodge. They went to the manger. പ്രസവിച്ചത് വഴിയിലെ കിടന്നത് പുൽക്കൂട്ടില്. And on the way they delivered, but they were in the manger for some time. പാട്ടുകാരെ ആരെയും ജോസഫ് വിളിച്ചില്ല. And so there was no musicians. പക്ഷെ കൊച്ചിന്റെ അപ്പൻ പാട്ടുകാരെ ഇറക്കിയായിരുന്നു. But the father brought some musicians. കൊച്ചിന്റെ യഥാർത്ഥ അപ്പൻ പാട്ടുകാരെ ഇറക്കി. Yes, there were some singers. That is, God brought some singers. കൊച്ചി യോസഫിന്റെ അല്ലാഞ്ഞത് കൊണ്ടും സ്വർഗത്തിന്റെ ആയതുകൊണ്ടും പാട്ടുകാർ മേളിൽ നിന്ന് ഇറങ്ങി. And the singers came from heaven. നിങ്ങൾ മിണ്ടുന്നില്ല. Hallelujah. യേശു ജനിച്ചപ്പോ ഇവിടുത്തെ വാടക പാട്ടുകാരല്ല പാടിയ, മേളിൽ നിന്ന് പാട്ടുകാർ ഇറങ്ങി. When Jesus was born, the heavenly angels sang the song. നിന്റെ സാഹചര്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. He is a God who will work according to your നിന്റെ situation. ഇല്ലായ്മകളിലും ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. In your emptiness, He is the one who will descend to you. ഇനി ഒരു പെൺകുട്ടിയാണ് ആ വീട്ടിൽ And ജനിച്ചതെങ്കിൽ, even if a girl baby is born in the house, ഈ സൂതികർമ്മണി ആ കിഴുത്തുള്ള വാതിൽ തുറന്ന് പറയും, സ്ത്രീ പ്രസവിച്ചു, കുട്ടി പെണ്ണാന്ന് പറഞ്ഞ പാട്ടുകാർ സാധനം പാക്ക് ചെയ്ത് വീട്ടിൽ പോകും. and they will open the small window, and the midwife, when she will let know that it's a girl baby, all the musicians will pack and return പിന്നെ back home. പാട്ടൊന്നുമില്ല. Then there is no song. അപ്പൊ നാട്ടുകാർക്ക് മനസ്സിലാകും ജനിച്ചത് പെങ്കൊച്ചാണ്. And so the neighbors would know that it's a baby girl born to the family. പക്ഷെ അപ്പനൊരു പ്രത്യേകതയുണ്ട്. But there's a speciality for the father. പെൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ If it is a girl baby who's born, ഓരോ വർഷവും ബർത്ത്ഡേക്ക് every year for a birthday, അദ്ദേഹം ആ വീട്ടിലുള്ളതിലെ ഒന്നുകിൽ 6 പറ അല്ലെങ്കിൽ 10 പറ കൊള്ളുന്ന ഒരു കൽപ്പരണി നിറച്ച് നല്ല വെള്ളം വറ്റിച്ച വീഞ്ഞ് കെട്ടി സൂക്ഷിച്ചു വെക്കും. and what he will do, he will store wine for the child. അല്ല നമ്മുടെ കൂട്ട് 50 ജിലേബി മേടിച്ചുകൊണ്ട് ഡയബറ്റിക് ഉള്ള പാസ്റ്റർ കൊണ്ട് കൊടുക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. 26 വയസ്സിലാണ് ആ കുട്ടിയെ കെട്ടിക്കുന്നതെന്ന് ഇരിക്കട്ടെ. Suppose she is getting married in the 26th year. ആ കുട്ടി പാർക്കുന്ന റൂമിനകത്ത് 26 കൽപ്പരണി വീഞ്ഞ് കാണും. There will be 26 stone jars full of wine. അതാ അപ്പന്റെ That's what the ഈ മകൾക്ക് വേണ്ടിയുള്ള the father has stored that for the mother. ഒരായുസ്സിലെ കരുതല. Oh, that is what she has stored for this daughter, all this wine. വീഞ്ഞ് തീർന്നെന്ന് പറഞ്ഞാൽ When he says that the wine is അതിന്റെ finished, യഥാർത്ഥ മലയാളം what does it really interpret? മകൾക്ക് വേണ്ടി അപ്പൻ വർഷങ്ങളായി കരുതിയ കരുതൽ തീർന്നു പോയെന്ന്. That means this father who was storing for so many years, that storage is stopped. എത്രയൊക്കെ അപ്പൻ കരുതിയാലും സമയത്ത് ഉദകനമൊന്നില്ല. How much ever you stored, if it doesn't happen, വിളമ്പാൻ ചെന്നപ്പോൾ അവിടെ വീഞ്ഞില്ല. if there's no wine at that moment, ഹല്ലേലൂയ hallelujah, ഹല്ലേലൂയ. hallelujah. ഇതുപോലെ കണക്കറിയാവുന്ന വേറെ മനുഷ്യൻ വേറെ ലോകത്തിലില്ല. And there's no one who knows so much mathematics than these people. അവൻ അങ്ങ് യെരൂശലേമിൽ ഇരുന്നു കൊണ്ട് He was sitting in Jerusalem. എവിടെ ബോംബിടണമെന്ന് അവിടെ തീരുമാനിച്ചാൽ അവിടെ സാധനം വന്ന് വീഴുന്ന കണക്കറിയാവുന്നവനാ. He knows very well where to bomb. പക്ഷേ അവന്റെ കണക്കൂട്ടൽ തെറ്റിപ്പോയി. But his measurement or his calculation all went wrong. നമ്മുടെ കൂട്ട് ശനിയാഴ്ച കണ്ടു, തിങ്കളാഴ്ച ഉറച്ചു, വ്യാഴാഴ്ച നടത്തി, ശനിയാഴ്ച പിരിഞ്ഞു പോകുന്ന കേസല്ല അവരുടെ കല്യാണം. It is unlike our weddings. We see on a Monday, Tuesday they engage, and Wednesday they married. അവരുടെ ദീർഘനാളത്തെ ഒരുക്കമാണ് ആ കല്യാണം. They prepare for a quite long time for the wedding. അപ്പൊ ഇന്നത്തെ കൂട്ട്
കൂടിയ വാഹനങ്ങളൊന്നും വരാനില്ല. ഒന്നീ കഴുതപ്പുറത്തല്ലേ, ഒട്ടകപ്പുറത്തല്ലേ, കുതിരപ്പുറത്തല്ലേ, കോവർ കഴുതപ്പുറത്ത് വേണം ദൂരെ നിന്ന് അവർ വരാൻ. And so how do they travel? The means of travel is like donkey, ass or anything like that. വരുന്നവരെ ഇവരുടെ വിരുന്ന് കഴിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുകയാണ്. And whoever comes, they will eat their enjoy the festival, and then they will go അങ്ങനെ off. നീണ്ടു നിൽക്കുന്ന ഒരു വിരുന്നാണ് അവിടെ നടക്കുന്നത്. And it is a long lasting celebration. ഈ മനുഷ്യൻ അല്പ സാമ്പത്തികം ഉള്ളവനാണെന്ന് എന്റെ വിചാരം. And I do believe that he is a wealthy man. കാരണം യേശു ഒരു കാശുകാരന്റെ വീട്ടിൽ ചോറുണ്ണാൻ പോയാൽ, Because if Jesus goes to a wealthy man's house, ധനാഢ്യനായ ശീമോന്റെ വീട്ടിൽ വിരുന്നിന് പോയി. he went to the wealthy Simon's അത് house. യേശുവിന്റെ ഒരു പ്രത്യേകതയാണ്. That is the speciality of Jesus. ലാസറിന്റെ വീട്ടിൽ വിളിച്ചാലും പോയി കഴിക്കും, He- ധനാഢ്യനായ ശീമോന്റെ വീട്ടിൽ വിളിച്ചാലും പോയി കഴിക്കും. Even if he is called to Lazarus' house, he'll go and have the food. And even if it is in a wealthy man's house, he'll be there. ഏത് സാഹചര്യത്തോടും ഇതുപോലെ ഇണങ്ങിച്ചേരുന്ന വേറൊരാളില്ല. There's no one like him who will get involved in all circumstances. നിന്റെ പടകയിൽ ചാളയുടെ നാറ്റം ഉണ്ടെങ്കിലും കേറിയ പാടാതെ ഇരിക്കുന്ന ആളാ യേശു. Even if there is fish stink in the boat, he will sit in നിന്റെ it. പടകിന്റെ നാറ്റമൊന്നും യേശുവിന് വിഷയമല്ല. The stinking of the fish is not a problem for Jesus. പക്ഷെ ഇത്രയും വലിയ കാശുകാരന്റെ വീട്ടിൽ ചെന്നിട്ട് കാല് കഴുകാൻ അവിടെ വെള്ളമില്ലായിരുന്നു. But when he went to the wealthy man's house, there was no water to wash his legs. യേശു ഒരു കംപ്ലൈന്റ് ആയിട്ട് തന്നെ അത് പറഞ്ഞു. And Jesus said it as a complaint. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ഈ കാല് കഴുകാൻ വെള്ളം തന്നില്ലെന്ന് When പറഞ്ഞു. I came to your house, you never gave me water to wash my പക്ഷെ feet. കാനാവിലെ വീട് അങ്ങനല്ല. But in the house in Cana was കാല് not like that. കഴുകാൻ മാത്രം 6 കൽപ്പരണയുണ്ട്. And there were 6 stone jars full of water. 10 പറ വീതം കൊള്ളുന്ന 6 കൽപ്പരണ അവിടെ ഉണ്ട്. They had huge stone jars there. അപ്പൊ ഇച്ചിരി സാമ്പത്തികം ഉള്ളവനാണ്. That means he was a little wealthy man. ശീമോനെ കാട്ടി കാശുള്ളവനാണ്. He is someone wealthier than പിന്നെ ഒരു Simon. വർഷമായിട്ട് വിരുന്നുവാഴിയെ വീട്ടിലാക്കിയ ശമ്പളം കൊടുത്ത് And he has people working in his home and he's paying them enough money. കേറ്ററിംഗിന്റെ മെയിൻ ഷെഫ് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാണ്, കാര്യങ്ങൾ രുചിച്ചു നോക്കുന്ന പുള്ളിയാണ്. And there's a chef there who is waiting and preparing everything according to his likes. അപ്പൊ ഈ കല്യാണം ആലോചിച്ചത് മുതൽ നടക്കുന്നത് വരെ ഒരു വിരുന്നുവാഴിയെ വീട്ടിൽ നിർത്തണമെങ്കിൽ പൈസ ഇല്ലാത്തതിനൊക്കത്തില്ല. If we want a chef to be there until the day of the wedding, that means he is a എല്ലാം wealthy person. ഉണ്ടായിട്ടും അവന്റെ വീട്ടിൽ ശൂന്യത സംഭവിച്ചു. Although he has everything, ഇന്ന് രാത്രി yet ദൈവമക്കൾ ഒരു he കാര്യം ഓർത്തോണം. tonight you should understand one എത്ര thing. എല്ലാം കരുതി വെച്ചാലും Whatever you store, സമയത്ത് അത് കയ്യിൽ വേണമെന്നില്ല. it's not necessary that you will have it in അത് time. ഈ ബുദ്ധിമാനായ മനുഷ്യൻ അറിഞ്ഞതുകൊണ്ട് This wealthy man, he പ്രശ്നം knew it. ഒന്നുമില്ലാതിരുന്നപ്പോൾ യേശുവിനെ ക്ഷണിച്ചു. So he called Jesus. പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ ഒരു 7 ദിവസം ഉപവാസം വെച്ചതല്ല. He didn't hold fasting. പ്രശ്നം ഒന്നുമില്ലാതിരുന്നപ്പോൾ യേശുവിനെ ക്ഷണിച്ചു. When he had no issues, he invited നിന്റെ Jesus. കൂടാരത്തിൽ യേശു ഉണ്ടെങ്കിൽ If you have Jesus in your പ്രശ്നം tent, എപ്പം വേണേലും ഉണ്ടാകട്ടെ, whenever there are issues in your ശൂന്യത house, എപ്പം വേണേലും വെളിപ്പെടട്ടെ, whenever there is emptiness in your വീഞ്ഞ് house, എപ്പം വേണമെങ്കിലും whenever തീരട്ടെ, the wine has been finished, നിന്റെ തല കുനിയാൻ അവൻ he will അനുവദിക്കത്തില്ല. never let your head go in നീ shame. അപമാനിക്കപ്പെടാൻ അനുവദിക്കത്തില്ല. He will never get you ഓ, discouraged. നിന്റെ തലയെ He ഉയർത്തുന്നവനാണ് is the ഇവൻ. one who raises your head. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കണം. Can you praise the Lord believing നിന്റെ these കൂടാരത്തിൽ messages? യേശു ഉണ്ടെങ്കിൽ If Jesus is in your stand, നിന്റെ തല കുനിക്കാൻ അവൻ he will അനുവദിക്കത്തില്ല. never let your head be hung in shame. ഹല്ലേലൂയ. Hallelujah. Hallelujah. ഉൽപ്പത്തി പുസ്തകം, In the book of Genesis, ആവർത്തന പുസ്തകം, Deuteronomy, യെശയ്യാ പ്രവചനം Isaiah, ഒക്കെ വായിക്കുമ്പോൾ വീഞ്ഞ് ദൈവം യഹൂദന് കൊടുത്തൊരു അനുഗ്രഹം. and you always get to see the wine was given to the Jews, and that is a blessing. വീഞ്ഞ് പോരാതെ വന്നു തീർന്നു പോയി എന്ന് പറയുമ്പോൾ When they say that the wine was not sufficient, it is finished. വാസ്തവത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹം തീർന്നു പോയെന്നല്ലേ? Then what does that mean? Doesn't it mean that the blessing has ceased flowing? ഹലോ, Hello. ദൈവം കൊടുത്ത വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞാൽ The wine what God gave, അവന്റെ was അനുഗ്രഹം ceased. എവിടെയോ താണുപോയെന്നല്ലേ? That means there's a ceasing of blessing in ഇത് the house. കലവറിലിരുന്ന കാര്യമാണ്. This is what was in the storehouse. വിരുന്നുവാഴി അറിയാതെ കലവറയിൽ നിന്ന് ഇറങ്ങി, Even the chef didn't know exactly what മുറ്റത്തിട്ട was. പന്തലിൽ നിന്ന് ഇറങ്ങി. And he came out of the പക്ഷേ tent, അതിര് വിട്ടു പോയില്ല. but he never crossed the boundary. പറമ്പിന്റെ മൂലയ്ക്ക് എവിടെയോ ഉണ്ടായിരുന്ന കിണറിനകത്ത് പോയി താണു. It was somewhere close to the well. അത് കണ്ടുപിടിക്കാൻ പി സി ചെറിയാന്റെ കണ്ണ് പോരാ.
And for that, my eyes is not sufficient. നിന്റെ കൂടാരത്തിന്റെ കലവറയ്ക്കകത്തിന് നന്മ ഇറങ്ങി കിണറ്റിപ്പോയത് കണ്ടുപിടിക്കാൻ ഇവിടെ ആരുടെയും കണ്ണു പോരാ. You know, our eyes are not sufficient to find out the weakness of your home. അത് കണ്ടുപിടിക്കാൻ യേശുവിനെ And കഴിയത്തുള്ളൂ. for that, only Jesus is sufficient. നീ യേശുവിനോട് പറഞ്ഞാൽ If you tell to Jesus, ആ നന്മ എത്ര കിണറിന്റെ ആഴത്തിൽ പോയി കിടന്നാലും whatever blessings is, however ഇരു ചെവി has അറിയാതെ gone, ഇരു ചെവി അറിയാതെ without the knowledge of both the അത് ears, പൊക്കിയെടുത്ത് he will remove it from വീണ്ടും there. കലവറയിൽ കൊണ്ടുവെക്കാൻ കഴിയുന്നവനാണ് യേശു. And he is the one who is sufficient to put it in the ഇന്ന് flow. രാത്രി ഞാൻ ആത്മാവി ദൂത് And പറയുകയാണ്. let me tell you, in നീ my അറിയാതെ ഇറങ്ങിപ്പോയ ഒഴുകിപ്പോയ ചില നന്മകൾ ഇന്ന് രാത്രിയിൽ നീ ആത്മാർത്ഥമായി നിലകൊള്ളുമെങ്കിൽ തിരിച്ചുകൊണ്ട് ആ കലവറയിൽ വെച്ച് നിന്റെ മുഖത്തെ ആദരിപ്പാൻ എന്റെ യേശു മതിയായവനാ. when your blessings have ceased out, you know, he is sufficient enough to bring back the blessing. ഹല്ലേലൂയ. Hallelujah. ഈ വീഞ്ഞ് പോയതും വീട്ടുകാരൻ അറിഞ്ഞില്ല, And the seizing of the wine, also the owner didn't know, മണവാളിനും അറിഞ്ഞില്ല. and the bridegroom neither knew. ഇതാകെ അറിഞ്ഞത് യേശുവിന്റെ അമ്മ മറിയ അറിഞ്ഞു, Only Mary knew about it, യേശു അറിഞ്ഞു, and Jesus knew, വിരുന്നുകാരൻ അറിഞ്ഞു. and the friends knew, വിരുന്നുപാടി രുചിച്ചു നോക്കി. and the owner, he just അവൻ tasted. മണവാളിനെ വിളിച്ചു. He called the bridegroom, മണവാളാ, and he asked ഇതെവിടെ bridegroom, വെച്ചിരിക്കായിരുന്നു? where was this stone? അവൻ കണ്ണു തള്ളി. He was stared at him. എനിക്കറിയത്തില്ല. I do not know. മണവാളിന്റെ അപ്പനെ വിളിച്ചു. And then the bridegroom ഞാൻ called the owner. ഇത്രയും നാൾ ഇവിടെ വിളമ്പിട്ട് ഇതെവിടെ വെച്ചാ എന്നോട് പറഞ്ഞില്ല, ഇതെവിടെ വെച്ചിരിക്കായിരുന്നു? Where was this stone so far? ആ മനുഷ്യൻ പറഞ്ഞു എനിക്കറിയത്തില്ല. And he said, I don't know. അപ്പൻ അറിയാത്തത്, What the father did, മണവാളിന് അറിയാത്തത്, what the bridegroom did, വിരുന്നുപാടി അറിയാത്തത്, what the owner did, അകത്ത് നിറയ്ക്കാൻ കഴിയുന്ന something which can be ഒരുത്തൻ ഇന്ന് stored രാത്രി ഇവിടെയുണ്ട്. he- അവന്റെ that person പേരാണ് is- യേശു എന്ന്. and his name is ഓ Jesus. ഹല്ലേലൂയ. Hallelujah. ഈ യോഗത്തിന് ആശീർവാദം പറയുമ്പോൾ When everybody says നീ തന്നെ benediction, അതിശയത്തിൽ ചോദിക്കണം, you should ask a ഈ question. സൗഖ്യം എവിടെ വെച്ചിരിക്കുകയായിരുന്നു? Where was this miracle ഈ kept? വിടുതൽ എവിടെ വെച്ചിരിക്കുകയായിരുന്നു? Where was this deliverance ഈ kept? വഴി എവിടെ വെച്ചിരിക്കുകയായിരുന്നു? Where was this path kept? അത് യേശുവിന് മാത്രം അറിയാവുന്ന വഴിയാണ്. Only Jesus knows ഈ that രാത്രി path. ഉലകത്തിൽ മറ്റാർക്കും അറിയാത്തൊരു വഴി. In this world, nobody knows ഓ that path. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ Those ആരാധിക്കട്ടെ. who believe, can you worship the Lord? ഹല്ലേലൂയ. Hallelujah. Hallelujah. ശിവരബബബബ ശബ്ദരാധര വൈഡരമന. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe in it? ഇന്ന് രാത്രി നീ അറിയാതെ ചോദിക്കേണ്ടി വരും, Tonight, without even your ഈ knowledge, you should സൗഖ്യം എവിടെ ask, വെച്ചിരിക്കുകയായിരുന്നു? where was this healing kept? ഈ വിടുതൽ എവിടെ Where was വെച്ചിരിക്കുകയായിരുന്നു? this deliverance kept? അത് കിണറിന്റെ ആഴത്തിൽ മറഞ്ഞിരുന്നത്. And it was in the depth of the well. ഉയർത്തുന്നവൻ വന്നിട്ടുണ്ട്. He is the one who can ഒറ്റ return it ഡിമാൻഡേ back. ഉള്ളൂ, Only one demand is അവൻ there. പറയുന്നത് ചെയ്തോണം. Whatever he says, you have അവൻ to do. നിന്നോട് എന്ത് പറയുമോ അത് ചോദ്യം ചെയ്യാതെ ചെയ്തോണം. Whatever he asks you to do, ഇന്ന് without രാത്രി any യേശു question, you should പറയുന്നത് do. ചെയ്യാൻ നീ തയ്യാറായ Are you ready to do what Jesus will ask you to do? സ്നാനപ്പെടാൻ പറഞ്ഞ സ്നാനപ്പെടണം. If he asks to baptize, will you be ready? വീണ്ടും ജനിക്കാൻ പറഞ്ഞ വീണ്ടും If he ജനിക്കണം. tells you to വേർപാട് get പാലിക്കാൻ പറഞ്ഞ വേർപാട് if he asks you പാലിക്കണം. to set apart, you should വിശുദ്ധനായി be ready. ജീവിക്കാൻ പറഞ്ഞ വിശുദ്ധനായി ജീവിക്കണം. If he tells you to be അവൻ എന്ത് staying പറയുമോ, holy, or whatever he says, അവൻ എന്ത് പറയുമോ whatever he says, അത് ചെയ്യാൻ നീ തയ്യാറായാൽ that you should be ready to നിന്റെ do. കലവറയുടെ ശൂന്യതകളെ Then that's ഇന്ന് രാത്രി മാറ്റിമറിക്കുന്ന ഒരുത്തൻ ഇവിടെയുണ്ട്. he is there to take off all the ഓ sins of അവന്റെ your പേര് life. യേശു എന്നാണ്. Oh, that name is അവന്റെ Jesus. പേര് യേശു എന്നാണ്. His name is Jesus. വിശ്വസിക്കുന്നവര് മാത്രം ആരാധിക്കട്ടെ. Those who believe, can you worship the Lord? Hallelujah. Rabashandalabash. Jesus, we praise you, Lord. We praise you. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് Let us raise our voice and the hands and praise the Lord. ഈ വിടുതൽ നടക്കുന്ന വിഭാഗത്തിൽ പങ്കെടുത്ത ഒരാളായിരിക്കണം നിക്കോദീമോസ് എന്നാണ് എന്റെ വിചാരം. Nicodemus may be one of the person who arrived in this wedding. അദ്ദേഹം പരീശന്മാരുടെ കൂട്ടത്തിലെ ഒരു പ്രമാണിയാണ്. He was a leader of the Pharisees. യഹൂദന്മാരുടെ ഇടയിലെ ഒരു വലിയ പ്രമാണിയാണ്. He was a great leader of the Jews. അക്കാലത്തെ സന്നിധി സംഘത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മഹൽ വ്യക്തിയാണ്. He was the one who was selected in the Sanhedrin. സമൂഹം ആദരിക്കുന്ന വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. He was the one where the community honored him. പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ നിക്കോദീമോസിനോട് ചെന്ന് സംസാരിച്ചാൽ അദ്ദേഹം ഫൈനൽ ഒരു ഡിസിഷൻ എടുത്ത് പറഞ്ഞാൽ അതെല്ലാവരും അംഗീകരിക്കുമായിരുന്നു. The things that cannot be answered, he is the one who will bring conclusion to അത്ര it. പ്രശസ്തനായ ഒരു മനുഷ്യൻ. He was such an honored and famous person. ഈ കാനാവിലെ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കണം Maybe it was after the wedding of Cana. ഒരു സന്ധ്യ കഴിഞ്ഞപ്പോൾ One evening, തച്ചനായ യോസഫിന്റെ കൊച്ചു കുടിലിനകത്തേക്ക് കയറിച്ചത്.
he went to the carpenter's son's house. കയറി ചെല്ലുമ്പോൾ യേശു അവിടെയുണ്ട്. And when he got in there, he found Jesus. യേശുവിനെ കണ്ട പാടെ നിക്കോദീമോസ് വളരെ ബഹുമാനത്തോടെ സംസാരിച്ചു. And the minute he saw Jesus, he honored Jesus and spoke very gently. യേശുവേ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. And he said, "Oh Jesus, I do know that you have come from God. ഇല്ലെങ്കിൽ ഈ അടയാളങ്ങളൊന്നും ചെയ്യാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. Otherwise, no one could do such signs what you have അതാ done." ഞാൻ പറഞ്ഞ കാനാവിലെ അടയാളങ്ങളുടെ ആരംഭം ഈ മനുഷ്യൻ കണ്ടു കാണും. And he would have seen this, Nicodemus would have seen the sign what he did in that wedding. ഇത്ര ഉന്നതനായ ഒരു മനുഷ്യൻ ഒരു തച്ചന്റെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ, When such a great man came to the carpenter's house, യേശുവിനെ വീട്ടിൽ വന്ന് പ്രശംസിച്ചപ്പോൾ, when he came to the house of Jesus and honored him, ന്യായമായിട്ട് യേശു പറയേണ്ടത്, what Jesus should answer, മറിയേ "Hey Mary, അല്ല സ്ത്രീയെ, a lady, ഇത് നമ്മുടെ ബഹുമാനായ നിക്കോദീമോസ് അപ്രതീക്ഷിതമായി ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, വേഗത്തിൽ ചായ എടുക്ക്, പാലില്ലെങ്കിൽ സുലൈമാനി എടുക്ക്, രണ്ട് വീട്ടിലേക്ക് ജ്യൂസ് എടുക്ക് എന്നൊക്കെ പറയേണ്ടതാണ്. he would have said, "This is Nicodemus, a great man, please take some tea or coffee or some juice for him." വളരെ പുകഴ്ത്തിയാണ് യേശുവിനോട് സംസാരിച്ചത്. He really praised him. നമ്മളിപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെയൊക്കെ ഒരുപാട് ആളുകൾ കിളത്താറുണ്ട്. You know, many of the people praise us. ഒരിടത്ത് ഒരാൾ എന്നെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് ലോകത്തിലും ലോകത്തിന് പുറത്ത് പോയി പ്രസംഗിക്കുന്ന ആളാണ്. ആവേശം കൊണ്ട് പറഞ്ഞതാ. Once when they introduced me, they said that I'm the one who travels many places. He went out of Kerala and went out of the world to worship. ഞങ്ങൾ പിന്നെ കപ്പിയും കയറും കൊണ്ടാ പോന്നെ. എന്താ? കപ്പി കിണറ്റിൽ നിന്ന് വെള്ളം കുറഞ്ഞ് കപ്പി Oh. കയറും. You know, പൊങ്ങിപ്പോയി തിരിച്ചറിഞ്ഞ് സ്റ്റേജേ വരാൻ. okay, we'll leave it. നമ്മളെ ആളുകൾ കിളത്തുമ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റേജിൽ ഇറങ്ങി വരണമല്ലോ. Yeah. സ്റ്റേജിൽ വന്നാലേ പ്രസംഗിക്കാനൊക്കത്തുള്ളൂ. Yeah. ഒരല്ലലിയെ പറഞ്ഞാൽ Hallelujah. ആരും നിന്നെ പുകഴ്ത്തുമ്പോൾ നീ കൂടുതൽ കിളറില്ല. You know, whenever anyone tries to raise you up, you don't be. യേശു ആരുടെയും പ്രശംസാ വാക്കിൽ വീണില്ല. Jesus was never hooked by such praises. യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞു, He looked and said, ഒറ്റ നോട്ടം, only one look. ഒറ്റ നോട്ടത്തിൽ അവനെ മൊത്തം വായിച്ചതാ യേശു. And with one look, he read him all. അവന്റെ ഇന്നലകൾ വായിച്ചു, And he read yesterday, അവന്റെ ഇന്നുകൾ വായിച്ചു, today he's reading, അവന്റെ നാളുകൾ വായിച്ചു. and tomorrow he will be reading. ഇതുപോലെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും ഒറ്റ നോട്ടത്തിൽ വായിക്കുന്ന ഒരാളേ ഉള്ളൂ. There's only one person who can read the past, the present, and the future. അതാണ് അവന്റെ കണ്ണ് അഗ്നിജാലയ്ക്കൊത്ത That's കണ്ണാണ്. why his eyes are like the blazing fire. ഇവനെ നോക്കിയപ്പോൾ മനസ്സിലായി, When he looked, he understood. ഞാൻ ക്രൂശിൽ ഇങ്ങനെ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ When I will be on the cross with my arms spread, പീലാത്തോസിന്റെ അനുവാദം വാങ്ങി he's the one who is going to take എന്റെ ബോഡി permission from. ക്രൂശെ നിറക്കുന്നത് ഇവനാന്ന് മനസ്സിലായി. He will take permission from Pilate and take my body down from the ഈ cross. 3 ആണിയും കൂടെ ഊരുന്ന ഉടനെ ഈ ബോഡി നിലത്ത് വീണ് അസ്ഥി ഒടിയാൻ പാടില്ലല്ലോ. And the bone should not break when he takes Jesus down from the അതുകൊണ്ട് cross. എന്റെ ചിന്ത, യോസഫ് ഈ ആണി ഊരുമ്പോൾ നിക്കോദീമോസ് ഈ ബോഡി തോളത്ത് പിടിച്ചായിരിക്കും പതുക്കെ ഇറക്കി വെച്ചേ. You know, when Joseph was removing the nails, maybe Nicodemus very gently handled the body. അപ്പൊ എന്റെ ബോഡി താഴെ വീഴാതെ പതുക്കെ ദേഹത്ത് ചാരി താത്തു വെക്കുന്നവനാണ് ഈ വന്ന് So നിൽക്കുന്നതെന്ന് യേശുവിന് മനസ്സിലായി. Jesus knew that he was the one who was going to handle my body very gently. ഇവന്റെ പോക്കറ്റിലെ പൈസ കൊണ്ടാണ് എന്നെ പൊതിയാനുള്ള നിർമ്മല ശീലം മേടിക്കുന്നത് മനസ്സിലായി. And with his own money, he is going to take all the expenses for me. അതിനകത്തിന്റെ ബോഡി കേടുവരാതെ 100 റാത്തൽ സുഗന്ധം വെച്ച് പൊതിയുന്നത് ഇവനാന്ന് മനസ്സിലായി. And he knew that he is going to put spices in it, which is very expensive. മറിയ ഒറാന്തൽ സുഗന്ധമാണ് കാലെ പൂശിയത്. And Mary, she broke up on 1 pint of spice. അതിന് യൂദ ഇട്ട വില 300 വെള്ളിക്കാശാണ്. And Judas said that she spent അപ്പൊ 300. 100 റാത്തലിന്റെ വില നിങ്ങൾ വീട്ടിൽ പോയി കാൽക്കുലേറ്ററിൽ കൂട്ടിയാൽ മതി. So you should go home and calculate. ഇത്രയും സുഗന്ധം എന്റെ ബോഡി പൊതിയാൻ മേടിക്കുന്നത് ഇവനാന്ന് He is യേശുവിന് the one who is മനസ്സിലായി. going to buy so much fragrance എന്റെ for my മുഖം burial. പൊതിയുന്ന റൂമാല ഇവനാ മേടിക്കുന്നത് He is the മനസ്സിലായി. one who is going to buy the cloth which cover the body. മന്ത്രി യോസപ്പും ഇവനും കൂടെ കാക്കലും തലക്കലും പിടിച്ച് ആരെയും വെച്ചിട്ടില്ലാത്ത യോസപ്പിന്റെ അരിമത്തിലെ യോസപ്പിന്റെ കല്ലറത്തോടത്തിലെ കല്ലറക്കകത്തിന്റെ ബോഡി കൊണ്ട് കയറ്റി വെക്കുന്നത് ഇവനാന്ന് And he മനസ്സിലായി. knew Minister Joseph and Nicodemus is the one who will be shifting the body from the cross to the burial place and to the tomb. പക്ഷെ അതിന്റെ ഒരു മാന്യത അവനോട് കാണിക്കണ്ടേ. And so he has to show that പക്ഷെ gentleness. ഇതെല്ലാം അറിയാമായിട്ട് യേശു പറഞ്ഞു, And although he knew everything, he said, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, Verily, verily, I say unto you, നീ എന്റെ ബോഡി പൊതിയാൻ നിർമ്മലശില മേടിച്ച സ്വർഗത്തിൽ പോത്തില്ല. you
will never enter the kingdom if you bring linen നീ for എന്റെ my ബോഡി body. ചുമന്ന സ്വർഗത്തിൽ പോത്തില്ല. If you carry my body, you will never go to നീ heaven. എന്റെ ബോഡിക്കകത്ത് നീ സുഗന്ധവർക്കം വച്ച സ്വർഗത്തിൽ If പോത്തില്ല. you keep the fragrance of the spices in my body, you will നീ never go to heaven. ആരുമായിക്കൊള്ളട്ടെ, Whoever you are, നീ പരീശന്മാരുടെ you may പ്രമാണിയാകട്ടെ, be a leader of the നീ Pharisees. യഹൂദന്മാരുടെ പ്രമാണിയാകട്ടെ, You may be the leaders of the നീ Jews. സന്നദ്ധ സംഘത്തിലെ അംഗമാകട്ടെ, You may be a member of Sanhedrin. സ്വർഗത്തിൽ പോണമെങ്കിൽ If you want to go to heaven, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, verily, verily, I say നീ unto you, പുതുതായി ജനിച്ചില്ലെങ്കിൽ, except you be born നീ again, പുതുതായി ജനിച്ചില്ലെങ്കിൽ except you be born നീ again, ദൈവരാജ്യം you കാണത്തില്ല. will not enter the ഇന്ന് kingdom രാത്രി of God. പുതുതായി ജനിച്ചവരൊക്കെ ഒരു സ്വത്രം All പറയണം. those who are born again, can you praise the Lord tonight? പുതുതായി ജനിച്ചത് ബന്ധക്കോസിൽ ചേരാനല്ല സ്നേഹിത, It's not to join into Pentecostal പുതുതായി family. ജനിച്ചത് സ്വർഗത്തിൽ പോകാനാ. You are born again to go to heaven. നമ്മുടെ ലക്ഷ്യം ഈ രാത്രി സ്വർഗമാ. Our focus is only heaven tonight. ഇത് ഇളകുന്ന രാജ്യമാ, This is a shakable ഇത് world. തകരുന്ന രാജ്യമാ. This is a ഇത് തീക്കായി destroyable world. സൂക്ഷിച്ചേക്കുക. This has been preserved നമ്മുടെ for ലക്ഷ്യം fire. സ്വർഗമാ. ഇന്ന് our രാത്രി focus is heaven. സ്വർഗത്തിനായി വീണ്ടും ജനിച്ചവരൊക്കെ So all of us, those who are born ആ again, for നിത്യതയൊന്ന് heaven. കണ്ടോണ്ടൊരു നിമിഷം ഒന്ന് ആരാധിച്ചേ. Can you look into the eternity and ഓ praise the Lord? ഹല്ലേലൂയ. Hallelujah. ശിവരബ ശബ്ദരബ. Shandaraba. Oh Jesus, we praise you, Lord. Hallelujah. 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 Shandaraba Shandala. Oh Jesus, we praise you. നിക്കോദീമോസ് ഭയങ്കര അറിവുള്ള മനുഷ്യനാണ്. Nicodemus is a very knowledgeable man. യേശു പറഞ്ഞത് പുള്ളിക്ക് മനസ്സിലായി. He understood what Jesus was mentioning. ചിലർക്കൊക്കെ മനസ്സിലായാലും അവർ മനസ്സിലായിട്ടില്ലാത്ത രീതി കാണിക്കും. Some people do understand, yet they act as though they do not. ഷണ്ണന് പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ അവൻ ചോദിച്ചു, "ദേ വെള്ളം, സ്നാനപ്പെടാൻ എന്താ തടസ്സം?" And you know, the minute he was told that there's a river, you can go and have a baptism. ഫിലിപ്പോസ് പറഞ്ഞു, "നീ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നു?" Do you really believe, Philippus asked? വിശ്വസിക്കുന്നില്ലാകാം. And if you are ready, come on, we can have a baptism. വെള്ളത്തിലിറങ്ങി, ഇരുവരും വെള്ളത്തിലിറങ്ങി. And both of them got into the water. ഷണ്ണ സ്നാനപ്പെട്ടു, ഇരുവരും കരയ്ക്ക് കയറി. And both of them, he got അവൻ baptized and got out. സന്തോഷത്തോടെ വീട്ടിൽ പോയി. And then he was joyous and he went home. ഫിലിപ്പോസിനെ ആത്മാവെടുത്തോണ്ട് പോയി. And Philip അപ്പൊ was taken by spirit. സന്തോഷമുണ്ടാകണ സ്നാനപ്പെടണം. Oh, if you are joyous, you should get baptized. ഇവനിതെല്ലാം അറിയാമായിട്ടും He knew everything. ഇവൻ യേശുവിനോട് ചോദിച്ചു, "യേശുവേ, He asked Jesus, "So Jesus, ഞാൻ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, I became so old now. ഇനി ഞാൻ വീണ്ടും എന്റെ അമ്മയുടെ വയറ്റിൽ പോയി ജനിക്കാന്ന് പറഞ്ഞ ഒക്കുന്ന കാര്യം Should I go get back into my mother's womb? And will it be?" ഒന്നും മനസ്സിലാകാത്ത പോലെ പുള്ളിയുടെ സംസാരം. His question was as if he never understood anything. ഇത് ശരിയാന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. And everyone knows that this is correct and this is a fact. ഈ പുസ്തകത്തിൽ ശിശുസ്നാനവും ഇല്ല, മുതിർന്ന സ്നാനവും ഇല്ല. In this book, there is no child baptism or adult baptism. അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ ഈ പുസ്തകത്തിൽ അത് രണ്ടുമില്ല. And in this book, there is no ഈ such പുസ്തകത്തിൽ baptism. ഒറ്റ സ്നാനമേ There ഉള്ളൂ. is only one baptism in അത് this book. വിശ്വാസ സ്നാനമാണ്. And that is അല്ലാതെ baptism മുതിർന്ന of faith. സ്നാനമല്ല, ശിശു It's സ്നാനവുമല്ല. not child baptism or adult ഇതിനകത്ത് ഒറ്റ baptism. സ്നാനമേ There ഉള്ളൂ. is only one baptism അത് in this book. വിശ്വാസ സ്നാനമാണ്. And that is a അത് baptism of വീണ്ടും faith. ജനിച്ചവർക്കുള്ള And സ്നാനമാണ്. that is only for those who are അപ്പോൾ born again. യേശു പറഞ്ഞു, "നീ വീണ്ടും ജനിക്കണം." And Jesus said that you should be അപ്പോൾ born അവരൊന്നും again. മനസ്സിലാകാത്ത പോലെ പറഞ്ഞു. He ഞാൻ asked as though he never understood what Jesus was saying. യേശു പറഞ്ഞു, Jesus said, "നീക്കോദീമോസേ, "Oh Nicodemus," ജഡത്താൽ ജനിച്ചത് ജഡമാകും, he said, "those who are born of the flesh will be in flesh. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകും." And those who are born in spirit will be in ഇന്ന് രാത്രി spirit." എത്ര പേർക്ക് ബോധ്യപ്പെടുന്നുണ്ട്? How many of you can understand what it means? ജഡത്താൽ ജനിച്ചത് ജഡമാണ്. And those who are born of flesh will be in flesh. ഏതോ രണ്ട് ജഡങ്ങളുടെ ഇഷ്ടത്തിൽ ജനിച്ച മറ്റൊരു ജഡമാണ് നമ്മളെല്ലാം. We all are born with the desire of two fleshes. ഈ ജഡം കെടുന്ന ബീജമാണ്. And this is a perishable seed. 70 80 കഴിയുമ്പോൾ കെട്ടുപോകും. 80 or 90, then we will be dead. എന്നാൽ ആത്മാവ് ജനിക്കുന്നത് കെടുന്ന ബീജമല്ല, But the spirit is not കെടാത്ത perishable. ബീജമാണ്, It is a non-perishable നിലനിൽക്കുന്ന seed. ബീജമാണ്. It is an everlasting വീണ്ടും seed. ജനിക്കുന്ന ആത്മാവിനാലാണ്. We will be born again യേശു with the spirit. വ്യക്തമായി പറഞ്ഞു, "നീക്കോദീമോസേ, Oh, Jesus said, "Oh, ജഡത്താൽ Nicodemus, ജനിച്ചത് ജഡമാണ്, those who are born of flesh is flesh. ആത്മാവിനാൽ ജനിച്ചത് And those who are born ആത്മാവാണ്." of spirit is spirit. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് Or ഊതുന്നു. the wind goes, flows whichever way it likes. ചില വീട്ടിലേക്ക് അത് ഊതുമ്പോൾ When it flows against certain ചിലപ്പോൾ families, അച്ചായന്റെ മേലെ ആ കാറ്റ് മതി. if the wind flows about the husband, അമ്മാമയ്ക്കും പിള്ളേർക്കും അത് പിടികിട്ടത്തില്ല. the wife and the children will ചില never വീട്ടിൽ understand. അമ്മാമ്മയുടെ മേലെ അത് പതി. If the wind flows on the wife, അച്ചാനും പിള്ളേർക്കും പിടികിട്ടത്തില്ല. children and the husband would not know. ചിലടത്ത് പിള്ളേർക്കൂടെ മനസ്സിലാകും, ഒരാൾക്ക് പിടികിട്ടത്തില്ല. Certain houses, even the child will understand.
ഇന്ന് there, രാത്രി but one കാറ്റ് person won't. ഇഷ്ടമുള്ളിടത്ത് വീശുന്നു. Tonight the wind is blowing in whichever അത് direction it wants. അയച്ചവന്റെ കാര്യം സാധിക്കുന്നു. He will do or perfect ഈ the will of സഭയ്ക്കകത്തും ആ God. കാറ്റ് ഈ രാത്രി അടിക്കണം. Or tonight the wind should blow in ഓ, this church. വീണ്ടും ജനിക്കാത്ത ഒരാൾ പോലും ഇവിടെ ശേഷിക്കരുത്. There shouldn't be anybody who's not ഇവിടെ born വന്ന again. മുഴുവൻ പേരും വീണ്ടും ജന്മം All those who are പ്രാപിക്കണം. born again, yes, all those who നിന്റെ are here should be ജഡത്താൽ born ജനിച്ച again. മനുഷ്യൻ മരിക്കണം. Because those who are born in flesh should die. നിന്റെ ആത്മാവിനാൽ ജനിച്ച മനുഷ്യൻ വളരണം. You are spirit which is born in spirit should അവൻ live. ക്രിസ്തു എന്ന പാദം മുതൽ ക്രിസ്തു എന്ന തലയോളം വളരണം. He should grow from the feet to the head of the Jesus. ആത്മാവ് അവനെ വളർത്തിക്കൊണ്ടിരിക്കും. And Jesus will be making him grow. ഓ, യേശു ആവർത്തിച്ചു പറഞ്ഞു, And Jesus again said, നിക്കോദീമോസേ, Nicodemus, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു. verily, verily I say unto രണ്ട് you. ആമീൻ പറഞ്ഞാൽ അർത്ഥം, What is the meaning of two ഞാൻ ഈ verilies? പറയാൻ പോകുന്ന കാര്യത്തിന് What I am going to ഇനി say ഈ now, ആകാശം മാറിയാലും even if the ഈ heavens ഭൂമി move, മാറിയാലും or when the ഞാൻ earth പറഞ്ഞ moves, വാക്കിന് മാറ്റമില്ല. there will be no change in my ആമീൻ will. ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, truly, truly I say unto you, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ if you are not born of water നീ and spirit, ദൈവരാജ്യത്തിൽ you കടക്കത്തില്ല. will never enter the kingdom of ഇന്ന് God. രാത്രി കാഹളം തൊനിച്ചാൽ Tonight if the trumpet will ഞാൻ blow, ദൈവരാജ്യത്തിൽ കടക്കുമെന്ന് how ഉറപ്പുള്ളവര് many of you are sure that ആ you will കരമൊന്ന് enter the kingdom of ചേർത്തടിച്ച് God? ദൈവത്തെ Can ആരാധിച്ചേ. you clap your hands and praise the ഓ, Lord? ഹല്ലേലൂയ. Hallelujah. Hallelujah. Oh Jesus, glory, Lord, glory. Oh Jesus, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. can we say a good hallelujah? നിക്കോദീമോസ് എന്ന പണ്ഡിതനോട് സംസാരിക്കുമ്പോഴാണ് While Jesus was teaching talking to Nicodemus, വേദപുസ്തകത്തിലെ സ്വർഗം തുറക്കുന്ന താക്കോൽ കൊണ്ട് വെച്ചേക്കുന്നത്. you can see the key that was used to open the heaven. ഈ പുസ്തകത്തിന് താക്കോൽ വാക്യം അതാണ്. And this is a key message or verse of this book. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന ഈ പുസ്തക താക്കോൽ വാക്യം നിക്കോദീമോസുമായുള്ള സംഭാഷണത്തിലാണ്. And you know, during the conversation with Nicodemus, he said, for God so loved the world that he gave his only begotten son, so all those who believe in him shall not perish but shall have eternal life. ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ച പരീശനായ നിക്കോദീമോസിനോട് യേശു പറഞ്ഞു, To the person who knew the law very well, to him Jesus is അഗ്നി saying, സർപ്പങ്ങൾ ഇസ്രായേലിനെ പാഞ്ഞു വന്ന് കൊത്തി, you know, the snake is coming and kicking വിഷം അവരുടെ ദേഹത്തേക്ക് വ്യാപിച്ചവർ മരിച്ചു മരിച്ചു മരുഭൂമി and the വീണപ്പോൾ, poison is spreading and they are falling in the wilderness ഓ, dying. മരുഭൂമിയിൽ ഒരു കമ്പിന്മേൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയില്ലേ. And in the bronze cross there was such snake. അഗ്നി സർപ്പം കടിച്ച വിഷം പിച്ചള സർപ്പം തിരിച്ചു വലിച്ചെടുത്തിട്ട് And that poison was drawn back. മരണത്തിൽ നിന്ന് അവരെ വിടുവിച്ചതുപോലെ And he was the one who നീ delivered ഇപ്പോൾ them from death. സംസാരിക്കുന്ന ഈ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. Now, tonight whom you are speaking, you have to raise this son of God. പാപത്തിന്റെ ശക്തിയായ ഈ സർപ്പവിഷത്തെ വലിച്ചെടുത്തുകൊണ്ട് നിത്യജീവൻ തരുവാൻ ഞാൻ മരത്തിന്മേൽ തൂങ്ങുന്ന ഒരു ദിവസമുണ്ട്. I am going to be crucified so that I can draw the sins of the world and take you to eternal life. അനുഗമിച്ച ശിഷ്യന്മാരൊക്കെ ഓടിപ്പോയി. And all those who followed him ran away. ഓ, സൗഖ്യം പ്രാപിച്ചവരൊക്കെ ഓടിപ്പോയി. All those who go healed ran away. പക്ഷെ അവസാന നിമിഷം നിക്കോദീമോസും ജോസഫും എന്ന രഹസ്യ ശിഷ്യന്മാരെ ഉള്ളായിരുന്നു. And these two secret disciples, Nicodemus and Joseph, പരസ്യമായി നിൽക്കുന്ന പലരും ആവശ്യം വരുമ്പോ കാണത്തില്ല. many of them, those who followed him, were not there when it was needed. എന്നാ ഇതുവരെ രംഗത്തില്ലാതെ രണ്ടുപേര് ക്രൂശിയോക്ക് മേൽ വീണ യേശുവിനെ എടുത്തുകൊണ്ട് പോകാനുണ്ടായിരുന്നു. But these two people who never came in general appearance കല്ലറയിൽ who came in the വെക്കാനുണ്ടായിരുന്നു. last minute. മരണത്തിൽ അവൻ And during his death, ദരിദ്രന്മാരുടെ കൂടെ ആയിരുന്നെങ്കിലും although he was with the poor and ഉയർപ്പിൽ the അവൻ needy, സമ്പന്നന്മാരുടെ കൂടെ and ആയിരുന്നു. he will be with the wealthy when he is on അടക്കത്തിൽ the, അവൻ സമ്പന്നന്മാരുടെ കൂടെ ആയിരുന്നു. he is with the wealthy people when he is, രാജാവിനെ അടക്കുന്ന പോലെ അവനെ അടക്കിയത്. he was being buried like a rich രാജാക്കന്മാർക്ക് man. മാത്രമേ 100 റാത്തൽ സുഗന്ധം Only വെക്കാറുള്ളൂ. for the kings they will give 100 pieces of silver for the fragrance. അവൻ ജനിച്ചത് രാജാവായിട്ട്, He was born as a king. അവൻ ജീവിച്ചത് He രാജാവായിട്ട്, lived as a king. അവൻ കഴുതക്കുട്ടിപ്പുറത്ത് എഴുന്നള്ളത് And രാജാവായിട്ട്, when we was driving over അവൻ the ക്രൂശിൽ earth, he was like മരിച്ചത് a king. രാജാവായിട്ട്, And his crucifixion അവൻ was like a king. അടക്കപ്പെട്ടത് രാജാവായിട്ട്, And he was buried അവൻ like a ഉയർത്തെഴുന്നേറ്റ് king. രാജാവായിട്ട്, And he was resurrected like a ഇനി king. അവൻ വരാൻ പോകുന്നത് And he is going to ഓ, return back രാജാതി രാജാവായിട്ടാണ്. like the king of the kings. ഇന്ന് രാത്രി നിന്റെ Hallelujah. രാജാവിനെ എതിരേൽപ്പാൻ ഒരുങ്ങണ്ട രാത്രിയോ. Are you ready to receive this king? ഓ, ദിബാരബ Hallelujah. ശംദര Araba റോഷ സൈദേ. Shandala Basharaba.
Oh Jesus, glory, glory, bashara, bashara. Hallelujah. Hallelujah, hallelujah. 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 Jesus. Hallelujah. ഈ രാത്രിയിൽ Tonight, വീണ്ടും ജനനങ്ങൾ നടക്കട്ടെ. so let there be born again വീണ്ടും ജനനങ്ങൾ experiences. നടക്കട്ടെ. Let there be born again experience. അകത്തെ മനുഷ്യൻ വെളിപ്പെടട്ടെ. Let your inner man be നിന്റെ revealed. ആത്മ മനുഷ്യൻ ജനിക്കട്ടെ. Let your spirit man take birth. ഓറാബാ ശംദരേ റൗഷ സൈഡാരാ ബാബാ ബാബാ. Oh Jesus, yadori. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. വീണ്ടും ജനിച്ചവരൊക്കെ ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്ത്. All those who are born again, raise your hand and praise the Lord. വീണ്ടും ജനിച്ചവന്റെ വീട്ടിൽ ജനിച്ചാൽ ആരും സ്വർഗ്ഗത്തിൽ പോകത്തില്ല. Or those who are born again should not be born in home and cannot go into ഇത് heaven. പാരമ്പര്യമായിട്ട് കിടക്കുന്ന കേസല്ല. It's not to give honor to your generation. നീ ഏത് വീട്ടിൽ ജനിച്ചാലും Whichever house you are born, നീ വീണ്ടും ജനിക്കുമ്പോഴാണ് only when you are born again, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ your name will be written in the book of life. നിന്റെ പേര് ജീവന്റെ പുസ്തകം ഉറപ്പ് പ്രാപിച്ചു. Oh, in the book of life, your name should be there. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും And those whose name is not written in the book of life, തീപ്പൊയ്കയിൽ തള്ളിക്കളയും. he will be thrown into the lake of ഞാൻ fire. സമയം കിട്ടിയ കർത്താവിന്റെ വരവ് പ്രസംഗിക്കുന്നുണ്ട്. If I get time, I will talk about this അപ്പോൾ second നിങ്ങൾക്ക് കുറച്ചുകൂടെ coming of കാര്യങ്ങൾ Jesus. മനസ്സിലാകും. Then you will understand a bit better. പക്ഷെ ഇന്ന് രാത്രിയിൽ But tonight, നീ ഉറപ്പ് പ്രാപിക്കണം. you should be confident. ഞാൻ വീണ്ടും ജനിച്ച ദൈവ പൈതലാണ്. I am a born again child. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവ പൈതലാണ്. I am the one who has been washed by the blood of Jesus. യേശുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന I am the വ്യക്തിത്വമാണ്. one which is drawn by the Spirit of God. എന്നിൽ ഒരു അശുദ്ധനും സ്ഥാനമില്ല. And there's no space for evil in my ഇന്ന് life. രാത്രി കാഹളം ധ്വനിച്ചാൽ Tonight, if the trumpet will be ജീവന്റെ പുസ്തകത്തിൽ in the name, എന്റെ പേരുണ്ട്. in the book of life, my name is there. ഉറപ്പുള്ളവർക്ക് ദൈവത്തിന് സ്തുതിച്ചേ. Can you, those who are ഓ confident, ആ can you കരങ്ങൾ raise your ദൈവം ഒന്ന് hand? കാണട്ടെ. Let the hands be seen by God. ആർക്കേലും പ്രത്യാശയില്ലെങ്കിൽ If any one of you have no such ഇന്ന് hope, രാത്രി നീ പ്രത്യാശയിൽ നിറഞ്ഞോണം. you be filled with hope tonight. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും If there's anyone who is not born again, അപ്പനോടുള്ള ബന്ധത്തിൽ അമ്മയോടുള്ള ബന്ധത്തിൽ മക്കളോടുള്ള ബന്ധത്തിൽ ഒരു പക്ഷേ വിസിറ്റിംഗ് വന്നവരായിരിക്കും ഇവിടെ ഉണ്ടെങ്കിൽ if anyone in relation to the daughter or the son or the father or children, if you come and visiting you over here, സഹോദര സഹോദരി മാതാവേ പിതാവേ sister, brother, mother and father, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് you have been brought here. നിന്റെ കുഞ്ഞിനെ ഇവിടെ വിസ ലഭിച്ച് അവരയച്ച വിസിറ്റിംഗ് നീ ഇവിടെ വന്നത് If you have come because of the visiting visa, നിന്നെ കൂടെ നിത്യതയെ ചേർക്കാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് so that you will be added to eternity, and that is the plan of God. വ്യർത്ഥമായ പിതൃപാരമ്പര്യമുള്ള ആരാധനയിൽ നിന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് You have been brought from നീ your ഇവിടെ വെച്ച് യേശുവിനെ forefathers കണ്ടുമുട്ടാനാ. so that you will get to know this Jesus, നീ ഇവിടെ വെച്ച് രക്ഷിക്കപ്പെടാനാ. so that you will get into salvation നീ ഇവിടെ over വെച്ച് here, സ്നാനപ്പെടാനാ. so that you will be baptized നീ over ഇവിടെ here, വെച്ച് വേർപാട് so that പാലിക്കാനാ. you will be set apart നീ ഇവിടെ from വെച്ച് here, യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന പൈതലായി so മാറാനാ. that you will become a worshipper in ഓ from the സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ All those who സ്തുതിക്കട്ടെ. are joyous ഇതൊരു can മുഖാന്തരമാണ്. hope. This is a means for ഇതൊരു you. മുഖാന്തരമാണ്. This is the only means for ഇതൊന്നും you. യാദർച്ഛികമായി It സംഭവിച്ചതല്ല. is not what has happened. ഹല്ലേലൂയ. It is in ഓ, purpose that it has രക്തത്താലെ happened. ജയം. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. കണക്കുകൂട്ടൽ തെറ്റിയോ If your calculation has gone wrong, അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടായോ if anything has happened കരുതലുകൾ unexpectedly, തീർന്നുപോയോ yeah, കരുതലുകൾ തീർന്നുപോയോ കരുതലുകൾ or തീർന്നുപോയോ your kindness or your care, കലവറയിൽ is at നിന്ന് fault. വീഞ്ഞു കുറഞ്ഞു പോയോ Or is the wine has നിന്നെ ceased. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കാനല്ല He is not the one who will put you to shame in front of യേശുവിന്റെ മഹത്വം ഭവനത്തിൽ വെളിപ്പെടുത്താനാ He will show the honor. He will പരിഹരിക്കുന്ന praise you. യേശു ഉണ്ടെന്ന് നീ അറിയാനാ You should understand that He is the one ആ who will save you. പ്രശ്നത്തിന്റെ പുറകിൽ യേശുവിന്റെ And കരമുണ്ട് you should know that He is there behind your നീ യേശുവിനോട് വിവരം പറഞ്ഞാ മതി If you say your problem to Him ഇരുചെവി അറിയാതെ without anyone's knowledge, നിന്റെ കൂടാരത്തിന്റെ മതിലിന് പുറത്തു പോകാതെ and even without saying ആ it to മതിലിനകത്ത് anybody else, പ്രശ്നം പരിഹരിക്കാൻ He is sufficient കരുത്തുള്ള to ഒരുത്തൻ solve ഈ your രാത്രി problem. ഇവിടെ ഉണ്ട് He is sufficient to solve നിലവിളിക്കുന്ന your ആരോടോ problem. ദൈവാത്മാവ് പറയുന്നു Someone who is crying to Him, ഇരു they say, ചെവി അറിയാതെ oh, without the knowledge of ഇരു any ചെവി years, അറിയാതെ without the knowledge of നിന്റെ any years, പ്രശ്നത്തെ സോൾവ് ചെയ്ത് He is sufficient to solve your problem. വിരുന്നുവാഴി പോലും ആശ്ചര്യപ്പെടുന്ന Even the house owner was ഒരു surprised. പരിഹാരമൊരുക്കി There is a relief നിന്നെ മാനിപ്പാൻ so that you will be honored. യേശു മതിയായവനാ Jesus is sufficient. യേശു മതിയായവനാ Jesus is sufficient. അവൻ ഈ രാത്രി വഴി തുറക്കുന്നവനാണ് Tonight, He is the one who will make a way എത്ര for പേര് you. യഥാർത്ഥമായിട്ടൊന്ന് വിശ്വസിക്കാൻ How many of തയ്യാറുണ്ട് you will really believe in it?
ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ഇന്നലെ വിൻസൻ ബ്രദറിന്റെ വീട്ടിലെ ആരാധന കഴിഞ്ഞ് Yesterday after Vincent Brothers ഇന്ന് family രാവിലത്തെ prayer, ആരാധനയ്ക്ക് വന്നപ്പോൾ when we came to today's ഒരു prayer, മോൻ എന്റെ അടുക്കൽ ഓടി വന്നു. one child came to me. അവന്റെ ഇന്നലകളിലെ ശരീരത്തിന്റെ ഒരു പടം എന്നെ കാണിച്ചു. He showed me something of his body. ഞാൻ തന്നെ അന്തം വിടുന്ന ഒരു കാഴ്ച ആ ശരീരം. And I saw that അവൻ ഇന്നലെ ആ വീട്ടിൽ വെച്ച് പറന്ന് ആരാധിച്ചു. and he really worshipped the Lord yesterday. ഇന്ന് രാവിലെ എന്നെ ആ ശരീരം കാണിച്ചു. And he showed me that അവൻ body. പറഞ്ഞു ചൂട്ട് പോലെ അതിലെ കരിഞ്ഞു പോയി And he said everything is dried up. ക്ഷണത്തിൽ എന്നെ And സൗഖ്യമാക്കി. he said he അവൻ healed me പിന്നിവിടെ immediately. എഴുന്നേറ്റ് വന്ന് സാക്ഷി പറഞ്ഞോളൂ. He will come and testify later. ഒരു വിടുതലിന് വേണ്ടി മറ്റൊന്നും ചെയ്യണ്ട. For deliverance you don't have to do യേശു ഇവിടെ വന്നിട്ടുണ്ട്. Jesus is beside you. യേശു ഇവിടെ വന്നിട്ടുണ്ട്. Jesus is here ഞാൻ tonight. യഥാർത്ഥമായി അത് കാണുകയാണ്. And I can see it very കഴിഞ്ഞ clearly. 10 സെക്ഷനായി For the 10 sessions, ഒത്തിരി മിറക്കൽ ഹീലിംഗുകൾ, many miracle healings ഒത്തിരി happen. അത്ഭുതങ്ങൾ Many miracles വ്യക്തികളിൽ, in people, കുടുംബങ്ങളിൽ, in families, തലമുറകളിൽ, in generations, സഭയിൽ in church. യേശു ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. Jesus has already done നീ it. ഇനി മറഞ്ഞിരിക്കാതെ So you don't have to hide. യേശുവിനായി ഒന്ന് സമർപ്പിച്ചോ. Can you submit yourself for ഓ Jesus? ഒരു ചൈതന്യത്തിന്റെ അലിയ ദൈവകൃപ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. So that you will be filled with life. That grace will flow ഈ on you. രാത്രി മടങ്ങുമ്പോൾ When you return from tonight, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ കണ്ടിട്ട് that grace that flows over you when മറ്റുള്ളവർ ഭയപ്പെടുന്നത് പോലെ people will see and be surprised. നിന്റെ മേൽ ആ തേജസ് വെളിപ്പെടാൻ പോകുകയാണ്. That grace is going to flow on you. ഓ വിശ്വസികൾ ഏൽപ്പിച്ചു കൊടുത്തു. And those who believe, can you ചില surrender മിറക്കിൾ yourself? ഹീലിംഗുകൾ, So that you can ഓ be ചില healed. അത്ഭുത ഡെലിവറൻസുകൾ So that you can see some ഈ deliverance രാത്രി ഇവിടെ സംഭവിക്കുകയാ. is happening tonight. ഓ രക്തത്താലേ ജയം, രക്തത്താലേ ജയം, രക്തത്താലേ ജയം, Oh, there's victory in the blood. യേശുവിൻ രക്തത്താലേ Oh, ജയം. there's victory in the blood of Jesus. രോഗങ്ങളുടെ കെട്ടഴിയട്ടെ, Oh, let the disease be untied. ശാപങ്ങളുടെ കെട്ടഴിയട്ടെ, Let the curses be untied. പാരമ്പര്യ പോരഴിയട്ടെ, Let all the things from ദുരാത്മ മണ്ഡലങ്ങൾ അഴിയട്ടെ, all the ആഭിചാര കെട്ടുകൾ അഴിയട്ടെ, the sorceries be removed. മന്ത്രവാദ ബന്ധനങ്ങൾ All അഴിയട്ടെ, the magical things can be removed. അന്യാരാധന ശക്തികൾ അഴിയട്ടെ, All the evil ഓ spirits ആരോഗ്യത്തെ കെട്ടിയ കെട്ടുകൾ അഴിയട്ടെ, against your health. evil തലമുറയെ against ബന്ധിച്ച life. ബന്ധനം അഴിയട്ടെ, Anything against your generation. യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ. In the name of Jesus. ഓ let the glory be ഏറ്റെടുക്കുന്നവർ revealed. നന്നായിട്ട് ആരാധിക്കട്ടെ. Hallelujah. Hallelujah. ഓ Can we രാജാല worship the വൈഡ Lord? രമന രഗന രഗദ രൗഡ റിബലേ Jesus, Jesus. അർത്ഥരജാലക ദീപന വന്ദരജാലക റിബല രഗനഗ രഗദ ഓ രബ ശബ്ദര അധികാരങ്ങൾ കമാന വൈഡേ. യെസ്, എല്ലാവരും ഒന്ന് ആരാധിച്ചേ. അതിനെ തുറന്ന് അന്യഭാഷയിൽ കരങ്ങളടിച്ച് അഭിഷേകത്തോടെ ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. Victory in the blood. Jesus, glory, glory, glory. ആത്മാവിൽ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ, Be filled in the അഭിഷേകത്തിൽ ജ്വലിക്കട്ടെ, Let your anointing flow. ആത്മാവിന്റെ തീ ഇവിടെ ഇറങ്ങട്ടെ. Let the fire of anointing flow. here. ബെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ട ദൈവകൃപ Oh, the grace that flowed in the ഒരു Pentecostal അഗ്നി day. പോലെ Oh, the fire of ഈ tongues. ആലയത്തിൽ നിറയട്ടെ. Let it be filled in this church. ഏറ്റെടുത്തു, ഏറ്റെടുത്തു. Can we accept it? Can we receive നിന്റെ it? നാവുകളെ ഒരു അഗ്നിനാവാക്കുകയാണ്. He is confirming it in your tongue. നിന്നെ ഒരു അധികാരമുള്ള വ്യക്തിയാക്കി ദൈവം He is മാറ്റുകയാണ്. making a person with authority. ഓ ജീവാരാബ ശബ്ദരാധര വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ മൗനമായിരിക്കാതെ, മൗനമായിരിക്കാതെ ഈ രാത്രി യെസ് യെസ് Oh, യെസ് tonight. തലമുറയുടെ കെട്ടഴിയട്ടെ, തലമുറയുടെ കെട്ടഴിയട്ടെ, തലമുറയുടെ കെട്ടഴിയട്ടെ, തലമുറകളുടെ കെട്ടഴിയട്ടെ, തലമുറകളുടെ കെട്ടഴിയട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ In the നാമത്തിൽ name of Jesus. ഓ
Oh, in the name of Jesus. Shiba Ramana Rabala Balaba Shandara Rauda Rabala. Hallelujah. Hallelujah, Jesus. Oh, Jesus. Yes. Yes. Hallelujah. Praise Yes. you, Lord. Praise you, Lord. ഒരു Praise ചലനം, you, Jesus. Praise you, Jesus. ഒരു തളിർപ്പ്, Praise you, Jesus. Praise you, Lord. തളിർത്ത് പൂത്ത് കായ്ക്കുന്നത് പോലെ, Hallelujah. ബദാം ഫലമുളവാകുന്നത് പോലെ. ഓ യെസ്, യെസ്. ഇത് പുറത്തേക്ക് ഒഴുകുന്ന ഒരു അഭിഷേകമാണ്. ഇത് പുറത്തേക്ക് ഒഴുകുന്ന ഒരു അഭിഷേകമാണ്. ഓ രക്തം ജയം, രക്തം ജയം, Victory in the blood. രക്തം ജയം. Victory in the blood. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ക്ഷീണിക്കല്ലേ, Let you live. തോറ്റുപോകല്ലേ. You are not a failure. ക്ഷീണിച്ചവന്റെ ആരാധനയല്ല, You are not a failure. തോറ്റവന്റെ ആരാധനയല്ല, Your worship ജയിച്ചവന്റെ is not a ആരാധന, failure. Your worship is ജയിച്ചവന്റെ not a victory. ആരാധന. It's a victor's ഓ worship. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. ദീപരബലബലബൗഷാരമന ദൂഡബലബലബലബലബ ശബ്ദരാധരാധന. ഒന്ന് വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്ത്. Can you just release? Oh, Jesus. ഓ ജിബരബല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 ബ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh, Jesus. Wala wala wa shandara wa shara wa shandara. Oh, Jesus. Sotram, sotram, sotram. യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിലോ. Oh, glory. ഈ സഭയിൽ നിന്ന്, In this church, ഈ സഭയിൽ നിന്ന് from this church, ലോക സുവിശേഷീകരണത്തിന് വേണ്ടി for the evangelism of the church, world, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, from country to country, സ്റ്റേറ്റുകളിൽ നിന്ന് from സ്റ്റേറ്റുകളിലേക്ക് state to state, സഞ്ചരിക്കുന്ന ചിലരെ, there will be people who travel. ആത്മാവിന്റെ ദൂതുമായി അയക്കുന്ന ചിലരെ There will be people who will be sent with the spirit of ദൈവം message. തെരഞ്ഞെടുക്കാൻ പോകുകയാണ്. And God is going to select some ഇന്ന് people. രാത്രി ചിലരുടെ മേൽ അഭിഷേകം വീഴുകയാണ്. And tonight I can see the anointing falling upon നീ them. വന്ന് ഞങ്ങളെ സഹായിക്കെന്ന് പറഞ്ഞ് You will say, you will ഒരു request to come മക്കതോന്യ and വിളി പോലെ, that will be a ഒരു calling there. മക്കതോന്യ വിളി പോലെ, Like a Macedonian ആരെയൊക്കെ call. കൈയാട്ടി വിളിക്കുന്നത് പോലെ As though someone is calling you. ചില ശുശ്രൂഷയ്ക്കായി ദൈവം തെരഞ്ഞെടുക്കാൻ പോകുകയാണ്. God is going to select ഓ you for വിശ്വസിക്കുന്നവർ your ministry. മൗനമായിരിക്കരുത്. And those who have believed, do not be quiet. രക്തത്താലെ ജയം, രക്തത്താൽ അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു, അത് വേഗത്തിൽ സംഭവിക്കുന്നു. And it is happening very Oh. quickly. Oh, Rabba, Lava, Rabba, Judaba, oh, Diba, Rabba, Shama. Yes, yes, yes. Chwela, rebala, remana, regana, regada. Vaide, ribale, arte, manage, rause. Dibara, balabara, bauda, manadura, vaidaga, ribala, regana, regada. Oh, അന്യഭാഷയിൽ, അന്യഭാഷയിൽ, അന്യഭാഷയിൽ ആ കൃപയൊന്ന് ഏറ്റെടുത്ത്, Oh, ആ can you ദൂതം receive the ഏറ്റെടുത്ത്, grace? Can you ആ receive the അഭിഷേകം ഒന്ന് message? ഏറ്റെടുത്ത്, Can you receive the ആ anointing? ആത്മശക്തി ഒന്ന് Can you ഏറ്റെടുത്ത്. receive the strength? Yes. Yes, in the name of Jesus. Oh, Risha, da, 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 sa, da, sa, da, Sara, Sara. No, Rabba, Shala, ba, Rabba, Yes. Rabba, Shaba, Yes. ba, Yes. Chandala, ba, Sudarabala, Shala, ba, baraba, shamdara, Chandala, dara, ba, dara. Chandala, ba, Jibarabala, bala, 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 bala. Chandara, ba, Gudabara, bala, 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 bala. Chandara, ba, Shala, Shaida, ba, bala, 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 bala. ba, Chandala, Hira, bala, 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 bala. Chandala, bala, Artha, bala, Chandala, bala, 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 bala. Bala, bala, Jibara, bala, 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 bala. Shaide. bala, bala. Arte, ramana, gara, gara, jana, regal, kamana. Oh,
വേദക്കടകം തുടക കേട്ടം വൈടകജാലം മന്ധുരവേദം അർത്ഥരജാലം ദിഗന ഗരഗ ജഗന രഗതക രൗഡമനാധുര വൈടക രിബലമ രഗലേ രൗഷേ. അഴിയട്ടെ അഴിയട്ടെ, ചില പോരുകൾ അഴിയട്ടെ. ഓ, ഉയർന്നു വരാൻ കഴിയാതെ, പ്രാപിച്ചെടുക്കാൻ കഴിയാതെ ഒതുക്കി വെച്ച ചില പോരുകൾ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഓ യെസ് യെസ്. Yes, yes, in the name of Jesus. ആത്മാവിന്റെ തീ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. Oh, the fire of the Spirit is burning ആത്മാവിന്റെ over തീ here. കത്തിക്കൊണ്ടിരിക്കുകയാണ്. The fire of the Spirit is over here. നിന്നോട് വ്യക്തിപരമായി സ്വർഗം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. You are experiencing it ഈ personally. രാത്രി ദൈവത്തിന്റെ രാത്രിയാണ്. Tonight is the night of ഈ God. രാത്രി യേശുവിന്റെ രാത്രിയാണ്. Tonight is the night of ഈ Jesus. രാത്രി ആത്മാവിന്റെ This രാത്രിയാണ്. night is the night of the ഇത് Spirit. ആത്മാവിന്റെ പ്രവൃത്തിയുടെ It is രാത്രിയാണ്. the work of the Spirit, and this ഓ, night ആ is for ശക്തി that. ഈ രാത്രി And വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. that power is going over here. ജീസസ്. Jesus. Hallelujah. ഉടരബബബ. Darabasharabaduriya. Shandarabasharabashandara. ആരാധിച്ച് മുന്നേറാൻ കഴിയാതെ, Those who cannot exceed in their worship, അഭിഷേകത്തെ ജ്വലിപ്പിച്ചെടുക്കാൻ കഴിയാതെ, those who cannot get the anointing, വെളിപ്പാടുകളുടെ തലങ്ങളെ മറച്ചു വെച്ചിരിക്കുന്ന, everything that is hidden from you, പ്രവചിക്കാൻ അതരത്തിൽ ദൂതുപരത്തിന് പറയാൻ കഴിയാതെ, although you have a message ആ but you cannot ദൂതുകളെ speak it ഒതുക്കി out, വെച്ചിരിക്കുന്ന those messages are hidden ആ from you. പോരുകൾ ഈ രാത്രി അഴിയുകയാണ്. Those powers are being removed നിന്നിലേക്ക് ആ കൃപ tonight. ഈ രാത്രി ഇറങ്ങുകയാണ്. And you are getting നിന്റെ into the നാവിന്റെ grace. കെട്ടഴിക്കുകയാണ്. Your tongue is being നിന്റെ untied. കുടുംബത്തിന്റെ പോരഴിക്കുകയാണ്. Oh, your ഓ, family's ചില powers are അന്യാരാധന being മണ്ഡലങ്ങളുടെ untied. മേൽ ജയം തരികയാണ്. Oh, there is victory. ചില അഭിചാര പോരുകളെ ദൈവം ശാസിക്കുകയാണ്. Some sorcery power. God is ഏറ്റെടുത്ത് breaking it. ഏറ്റെടുത്ത് ആരാധിക്കട്ടെ. Let us all worship the Lord. ഒരു പുതിയ ജനനമുണ്ടാകട്ടെ. Let there be a new ഒരു വീണ്ടും conception. ജനിച്ച സഭയുടെ ശക്തി വ്യാപരിക്കട്ടെ. Let there be a strength of a new church. ഓ യെസ് യെസ് Oh, യെസ് യെസ് യെസ്. yes. Yes, Lord. Yes, Jesus. Yes, Lord. ഹല്ലേലൂയ. ഒരിക്കലും തുറക്കത്തിൽ എന്ന് പറഞ്ഞ വാതിലുകൾ Some gates which will never be ഇന്ന് opened. രാത്രി സ്വർഗം മലർക്കെ തുറക്കുകയാണ്. Tonight, heaven is opening it. തടഞ്ഞു വെച്ചത്, Many things that was അടച്ചു withheld, വെച്ചത്, many things which was മറച്ചു covered, വെച്ചത് which was hidden. ഈ രാത്രി ഓപ്പൺ ആകുകയാണ്. Tonight is being ഓ, opened. വിശ്വസിക്കുന്നവർ ആരാധിക്കട്ടെ. Those who believe, can we worship the Lord? Jesus. Oh, Jesus, glory Jesus. to you, glory to you, glory to you. Jesus. Jesus, hallelujah. Hallelujah, hallelujah. ചില യൗവനക്കാരോട് കർത്താവ് പറയുന്നു, God is speaking to some of the youngsters here. ഒരു യാത്രയ്ക്ക് വേണ്ടി അരമുറുക്കിക്കോണം. Be ready for a travel. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. There is a long trip for you. നീ ഇന്ന് രാത്രി കനലിന്മേ ചുട്ടടയും. You have that load വെള്ളവും which കുടിച്ച് is baked ബലം over. പ്രാപിച്ച ഏലിയാവിനെ പോലെ Oh, like Elijah, who നീ had the loaves കുടിച്ച് and the കഴിച്ച് water, be strengthened. 40 രാവും 40 പകലും So that for 40 days and 40 നിർത്താതെ nights, ഓടി ഏലിയാവിനെ പോലെ like the Elijah who ran without ഒരു stop, യാത്രയ്ക്കായി നീ ഒരുങ്ങിക്കോ. be ready for a travel. ശുശ്രൂഷയുടെ ദൂത് തന്ന് And he will give you the message for നിന്നെ the ദൈവം ministry. പുറപ്പെടുവിക്കാൻ And പോകുകയാണ്. God is going to set you ഓ, forth. വിലപ്പെട്ട ചില യൗവനക്കാരായ സഹോദരി സഹോദരന്മാരോട് And for the precious ദൈവാത്മാവ് youngsters. ഡീപ്പായിട്ട് ഇടപെടുകയാണ്. And the message of God is deeply നിന്റെ വിളക്ക് touching you. കത്തിക്കൊണ്ടിരിക്കട്ടെ. Your lamp, let it be burning. നിന്റെ അരമുറുകട്ടെ. Let your കാലി waist be ചെരുപ്പിടട്ടെ. strengthened. Put the ഒരു sandals. യാത്രയ്ക്കായി ഒരുങ്ങട്ടെ. Be ready for the travel. ചെറിയ യാത്രയല്ല, It's not a small travel. ആഗാബിന്റെ രഥത്തിന് മുമ്പിൽ ഓടുന്ന യാത്ര. It's like a travel you will run about ഓ before ദീപാരാബ our travel. ശബ്ദാരാബാബാബ Hallelujah, ശൈദാരാബാന. Rabba, Shalaba, Rabba. Oh, Jesus. Jesus. Hallelujah.
നീ ഇവിടെ വന്നതല്ല, You have not come here. നിന്നെ ഏതോ രാജ്യത്തു നിന്ന്, ഗൾഫിൽ നിന്നോ UK എന്നോ വേറെ എവിടെ നിന്നോ ദൈവം ഇവിടെ കൊണ്ടുവന്നത്. God have brought you from different places like Gulf നീ or അബദ്ധം UK. പറ്റി ഇവിടെ കയറി You വന്നതല്ല. haven't come by accident. സ്വർഗ്ഗം നിന്നെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുക. And heavens have brought you to the ഇന്ന് right രാത്രി നീ place. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Tonight you start praying ഏലിയാവിന്റെ പുതപ്പേരിശയുടെ മേൽ വീണതുപോലെ like the cloth which fell upon ചിലരുടെ Elisha. മേൽ ഒരു അധികാരത്തിന് പുതപ്പ് വീഴുന്ന Some രാത്രിയാണ്. anointing cloth will fall upon you. മരണയോർദാനെ വെട്ടിക്കീറുന്ന ഒരു പുതപ്പ് Oh, that will be enough to നിന്റെ മേൽ take വീഴുന്ന them out of രാത്രിയാ. that will fall upon you ഒന്ന് tonight. പ്രാപിച്ചേ, ഒന്ന് പ്രാപിച്ചേ. Can you receive it? Can you receive it? ഓ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നികരബലബ ശബ്ദരബല വൈഡരമന. Yes, yes. വിട്ടുകൊടുത്ത് ആരാധിക്കാം, വിട്ടുകൊടുത്ത് ആരാധിക്കാം. We can praise the Lord, praise the Lord, worship the Lord. Hallelujah, hallelujah. ആത്മാവ് ചിലരെ തൊടുകയാണ്. Oh, he is being touched by the Spirit. ഓ ശക്തിയോടെ ചിലരുടെ മേൽ ആത്മാവ് ഇറങ്ങുകയാണ്. Oh, when many, the Spirit is just falling ചില upon you. കോട്ടകളെ ഇടിക്കാൻ ഉൾനട്ട ദൈവശക്തി Oh, the strength to break ചില the towers. ജീവിതങ്ങളുടെ മേൽ തീ ഇറങ്ങുന്നത് പോലെ Oh, it is falling upon you like a ഈ fire. രാത്രി സ്വർഗം പകരുകയോ. Tonight the heaven is pouring upon you. ഹല്ലേലൂയ. Hallelujah. ഓരാജാല രമന രബാലബ ശബ്ദരേ. ഇഗലബലബലബലബലബ ശൈനരാധന. ഉടബലബലബലബലബ ശബ്ദൽ പ്രമനാദന. Hallelujah. ഒരു നിമിഷം Yes, hallelujah, Jesus. നമുക്ക് ദൈവസന്നിധാനം എഴുന്നേൽക്കാം. For 1 minute, can we stand up, rise up for the Lord? ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ മുൻപോട്ട് പിടിക്കുന്നില്ല. Tonight I'm not calling you to come forward to the mat സമയം ഓടിപ്പോകുന്നല്ലോ. because we have exceeded the time പക്ഷെ limit. നാളെ പകൽ രാത്രി But tomorrow morning and night, നിങ്ങളുടെ ഉപവാസത്തിന്റെ സമാപന പകൽ രാത്രിയാണ്. it will be a conclusion of the fasting prayer. ഞായറാഴ്ച വിശുദ്ധ ആരാധനയാണല്ലോ. And on Sunday is a holy worship. ആരാധനയിൽ അതിൻ്റെതായ പല കാര്യങ്ങളുണ്ടല്ലോ. And in the worship there is specific things that has എന്നാൽ to be നാളെ done. പകലും രാത്രിയും Tomorrow morning and night, പ്രാപിക്കാൻ വേണ്ടിയുള്ള പകൽ രാത്രിയാണ്. it's a day and night where we can receive. ആരും യോഗം മിസ് ചെയ്യരുത്. No one should miss this worship. കഴിയുമെങ്കിൽ അവധി എടുക്കണം. If possible, take leave. നിങ്ങളുടെ സ്നേഹിതരെ വിളിക്കണം. Call your friends. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരണം. Call everyone and come together ഈ സഭയെ to this church. ചില സ്റ്റെപ്പുകൾ ചാടി കയറുന്നത് പോലെ As though we are stepping into different steps. ആത്മീകത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് We will get into a next level of the ദൈവം spirituality. കരം പിടിച്ചുയർത്താൻ പോകുകയാണ്. God will hold you and raise you up. ഹല്ലേലൂയ. Hallelujah. യോങ്കിച്ചോയുടെ സഭയെ ലോകമറിഞ്ഞതുപോലെ As Yonggi-cho's church was known by the world, നിങ്ങളുടെ സഭയെ ലോകമറിയാൻ your പോകുകയാണ്. church, the world is going to know. ഒരു ഉണർവിന് വേണ്ടി ഈ സഭയെ ഉപയോഗിക്കാൻ And പോകുകയാണ്. for a revival, this church will be used. ഇത് നിസാര ഒരു ദൂതായി And കണക്കാക്കരുത്. this is not a less message. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ, If you stay together in നിങ്ങൾ ഒരുമിച്ച് unison, പ്രാർത്ഥിക്കുമെങ്കിൽ, if you in unison you നിങ്ങൾ will ഒരുമിച്ച് pray. If ആരാധിക്കുമെങ്കിൽ, in unison you will നാളെ worship. ഒരുമിച്ച് ഉപവസിക്കുമെങ്കിൽ, If you will worship or ലോകം fast, ഒരു ചരിത്രത്തിന്റെ ഭാഗമായി it will become a part of a history. തങ്ക ലിപികൾ എഴുതി ചേർക്കുന്നത് പോലെ As though it is written in golden script. ചില അനുഭവങ്ങളുടെ ദൈവം നടത്താൻ പോകുകയാണ്. Certain experience God is going to ഓ perform. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്ന് And ഉയർത്തിപ്പിടിച്ചു. those who believe, can you raise your hand ആ and praise the രണ്ട് Lord? കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. Let your hands be രണ്ട് raised. കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. Let your hands be raised ഓ up. സ്വർഗീയ രാജാവേ, God, ഇന്ന് രാത്രി ഈ ദൈവമക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. yes, Lord. അപ്പൻ അരുളി ചെയ്തതുപോലെ ഇന്ന് രാത്രി അളവറ്റൊരു ദൈവകൃപ, കോട്ടകളെ ഇടിപ്പ ഉൾനട്ട ദൈവകൃപ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞ ദൈവശക്തി എരിഹോവിന്റെ കോട്ട ഇടിഞ്ഞതുപോലെ
യോർദാൻ രണ്ടായി വഴി മാറിയത് പോലെ, ഓ സിംഹത്തിന്റെ വായ അടഞ്ഞത് പോലെ, അഗ്നിയുടെ ബലം കെടുത്തിയത് പോലെ ഒരു അമാനുഷികമായ ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് ഈ സഭയെ ദൈവം ഉയർത്തുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ Amen. ഈ സഭയിൽ നടക്കാൻ പോകുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, Yes, Lord. മഹത്വമിറങ്ങട്ടെ, Yes, Jesus. മഹത്വമിറങ്ങട്ടെ, Yes, Lord. മഹത്വമിറങ്ങട്ടെ. Yes, ഈ Lord. രാത്രി ആലയത്തിലേക്ക് ആ മഹത്വമിറങ്ങട്ടെ. Oh, Jesus. ഹല്ലേലൂയ. Hallelujah. പർവ്വതം വിട്ടിറങ്ങി വന്ന മോശയുടെ മുഖത്തെ തൊക്ക് പ്രകാശിച്ചതുപോലെ ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് ഇറങ്ങുന്നവരുടെ മേൽ ആ മുഖത്ത് ആത്മാവിന്റെ ഒരു പ്രകാശം ഉദിക്കട്ടെ. ഹല്ലേലൂയ. അത് സൂര്യന്റെ വെളിച്ചമല്ല, ചന്ദ്രന്റെ വെളിച്ചമല്ല. ഈ രാത്രി യേശുവിന്റെ വെളിച്ചം അവരിൽ Yes, വ്യാപരിക്കട്ടെ. Jesus. Yes, Jesus. Yes, Jesus. എല്ലാ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ മാറട്ടെ. Oh, glory, glory, glory. കരം നന്നായിട്ടൊന്നടിച്ച്, നന്നായിട്ടൊന്നടിച്ച്. Hallelujah. Can we ഓ clap your എല്ലാവരും hands and ചേർന്ന് praise the Lord? ഹല്ലേലൂയ. Clap your hands. രക്തത്താലെ ജയം. Hallelujah. ശക്തിയോടെ അതരം തുറന്ന്, അതരം തുറന്ന് Hallelujah. ശബ്ദമുയർത്തി ആത്മാവിൽ പ്രതികരിച്ച് Hallelujah. എല്ലാവരും ആരാധിക്കട്ടെ യേശുവിന്റെ Oh, നാമത്തിൽ. in the name of Jesus. ശംധന റിയാന്തുന മനഗതുന റിയാന്തുന. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അങ്ങ് ചെയ്തതിനായി സ്തോത്രം. ഞങ്ങൾ കേട്ടതുപോലെ രാജാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവം നിറച്ചതിനായി സ്തോത്രം. താങ്ക് യു ലോർഡ്, ദ കിങ് ഈസ് ഹിയർ. കേൾപ്പിച്ച വിലയേറിയ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, അടുത്തൊരു പടിയിലേക്ക് ദൈവസഭയെ കയറ്റിയതിനായി സ്തോത്രം. അടുത്തൊരു റെലം ഞങ്ങളുടെ മുന്നിൽ തുറന്നു തന്നതിനായി സ്തോത്രം. നമ്മളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണുകളടച്ച് നല്ല പിതാവേ, കർത്താവെ, ഞങ്ങൾ വന്ന സമയം തൊട്ട് ഈ സമയം വരെ ദൈവം ഞങ്ങൾ നടത്തിയതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ യോഗം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കർത്താവ് ശൂന്യതയിലല്ല കർത്താവെ, അപ്പ ഞങ്ങൾ നിറഞ്ഞവരായിട്ടും മറണുന്നു കർത്താവ്. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മുഖം പ്രസാദിച്ചതുപോലെ കർത്താവെ ദൈവം ഇതിനകത്ത് കർത്താവ് ഈ സഭയിൽ നിന്ന് ഇറങ്ങുന്നവർ കർത്താവ്, അത് കുഞ്ഞുങ്ങളായിക്കോട്ടെ കർത്താവെ, അത് മുതിർന്നവരായിക്കോട്ടെ, യൗവനക്കാരായിക്കോട്ടെ കർത്താവെ, ഞങ്ങൾ എല്ലാവരും പ്രസാദമുള്ള മുഖത്തോടെ ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങുന്നു. അങ്ങയുടെ ദാസനെ എടുത്ത് പ്രയോജനപ്പെടുത്തിയതിനായി സ്തോത്രം. അടുത്തൊരു തലമുറയുടെ മേളിൽ പുതപ്പിടാത്തക്ക നിലകളിൽ അങ്ങയുടെ പൃഥ്വിനെ ഉപയോഗിച്ചതിനായി സ്തോത്രം. നാളത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഉപവസിക്കുന്നു കർത്താവേ ദൈവമേ. ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ നാളെ ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്യണമേ കർത്താവേ. ഈ രാത്രി കർത്താവ് കേൾപ്പിച്ച സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അതിനെ സ്വീകരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന് മേലും ഈ ദൈവസഭയിലും ദൈവദാസന്മാരുടെ മേലും കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ,